രക്ഷിക്കപ്പെട്ടതോടുകൂടി, കർത്താവിനെ കണ്ടതോടുകൂടി ആകെപ്പാടെ എല്ലാവരും കൂടി ബോൺസായി ആയെന്ന് വിചാരിക്കണ്ട. അവർക്ക് ഉയർച്ചയുണ്ടെന്ന് ഞാനല്ല, പത്രോസ് പറയുന്നു. വചനം പറയുന്നു, വൃദ്ധന്മാരോട് പറയുന്നു, നിങ്ങളെ ഇനിയും ഉയർത്താനുണ്ട്. ഹല്ലേലൂയ. കടം കയറി മുടിഞ്ഞ് കള്ളു കുടിച്ച് പണയപ്പെടുത്തി പറമ്പും വരെയും ജപ്തിയായിരിക്കുന്നവന്റെ വീട്ടിൽ ചെന്ന് പറയുന്ന വാക്യമല്ല ഇത്. ഇത് ആരാധിക്കാൻ വന്ന വൃദ്ധന്മാരോട് പറയുകയാണ്, നിന്നെ ദൈവത്തിന് ഉയർത്താനുണ്ട്. അത് ഇതിനകത്തിരിക്കുന്ന വൃദ്ധന്മാര്, വിശ്വസിക്കുന്നവര്, അവരിന്ന് പരാത്രിക്കാലം വിശ്വസിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തോട് പറ, എന്റെ വളർച്ച നിന്നിട്ടില്ല, എന്റെ കുഞ്ഞിന്റെ വളർച്ച നിന്നിട്ടില്ല. നിനക്ക് വയസ്സ് 74 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ. വൃദ്ധനായിരിക്കുന്നിടത്തോളം കാലം ഓർത്തോളണം, ഇനിയും നിന്നെ ഉയർത്താനുണ്ട്. ആരാണ് വൃദ്ധൻ എന്ന വാക്കിന് സ്തോത്രം? നമ്മൾ വൃദ്ധൻ എന്ന വാക്കൊക്കെ മലയാളി പശ്ചാത്തലത്തിൽ, ഭാരതീയ ആത്മീക പശ്ചാത്തലത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നതൊക്കെ വളരെ ഗംഭീരമായിരിക്കുന്ന ചിത്രീകരണമായിരിക്കും. വൃദ്ധൻ എന്ന് പറയുമ്പോൾ സ്തോത്രം ചിലപ്പോൾ ചില ആഹാരങ്ങൾ മാറ്റിവെച്ച് ചില രീതിയിൽ വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന ചില ആളുകളെയാണ് വൃദ്ധനാന്ന് പറയുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ബൈബിൾ അങ്ങനെ വേഷം കെട്ടി നടക്കുന്നവരെയോ അല്ലെങ്കിൽ സ്തോത്രം പ്രത്യേകമായിട്ട് പാലൊഴിക്കാതെ ചായ കുടിക്കുന്നതയോ മുട്ടയുടെ ഉണ്ണി തിന്നാത്തവരെയോ ഒന്നും അല്ല വൃദ്ധനെന്ന് വിളിക്കുന്നത്. അങ്ങനെ ധരിക്കുകയും ചെയ്യരുത്. പിന്നെ എന്താണെന്നറിയാം, സിമ്പിളായിട്ട് ഞാൻ പറയാം കേട്ടോ. സ്തോത്രം, എൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണങ്ങളുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ കാര്യം പറയുന്നത്. ഇപ്പോൾ സ്തോത്രം, ദൈവവചനത്തിൽ പുതിയ നിയമത്തിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് വൃദ്ധൻ. പഴയ നിയമത്തിൽ നാസീർ വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അവൻ്റെ മുടി വെട്ടാൻ പാടില്ല, അവൻ പ്രത്യേകതര ആഹാരം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില സിസ്റ്റം ഉണ്ട്. സ്തോത്രം. ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും, അവൻ്റെ മുടിയിൽ ക്ഷൗരക്കത്തി തൊടിയിക്കരുത് എന്ന് പറയുമ്പോൾ ഒരു ചെറുക്കൻ്റെ മുടി ജീവിതത്തിൽ വെട്ടാത്തവൻ്റെ 17-ാം വയസ്സിൽ അവനെ ഒന്ന് കണ്ടേ. ജനിച്ചിട്ട് ഇന്ന് വരെ അവന് മുടി വെട്ടാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുക. അവന് 17 വയസ്സായപ്പോൾ അവന് മുടി എന്തോരം കാണും. സ്തോത്രം. അയ്യോ, ഇപ്പോൾ പിള്ളേർ ഓർക്കുന്ന ആരാണ്ട് ഓർക്കുന്നുണ്ട്, നാസീർ ആയാൽ മതിയായിരുന്നു, പാസ്റ്റ് വഴക്ക് പറയില്ലായിരുന്നു. സ്തോത്രം. മുടി വീട്ടിൽ മാത്രമല്ല, ഒത്തിരി പരിപാടി ഉണ്ട് അതിനകത്ത്. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ വേഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പുതിയ നിയമത്തിനകത്ത് അങ്ങനെ മുടി നീട്ടിയും മുന്തിരി തിന്നാതെയൊന്നും അല്ല. പുതിയ നിയമത്തിൻ്റെ ഭാഷ, വേദപുസ്തകം എഴുതിയ ഭാഷയനുസരിച്ച് ഇപ്പം ഈ നമ്മൾ വായിച്ചതിനകത്ത് വൃദ്ധനുണ്ട്, വേറെ പല ഭാഗത്തും വൃദ്ധനുണ്ട് പുതിയ നിയമത്തിനകത്ത്. അതിന് ഇത്രയേ ഉള്ളൂ, ആ വാക്കിന് ഇത്രയാണ് ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളൂ. ഒരു കാര്യം ദൈവം പറഞ്ഞത് അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ മാറ്റിവെച്ചിട്ട് അതിനെ എത്തിപ്പിടിക്കാൻ നോക്കുന്നു, അവനെല്ലാം പുതിയ നിയമത്തിൽ വൃദ്ധനാണ്. ഒന്നോടെ പറയാം, കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സ്തോത്രം പറയുന്നവൻ വൃദ്ധനല്ല. സ്തോത്രം. ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് രാവിലെ മുതൽ മനസ്സിലാക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാതെ പ്രസംഗിക്കാൻ ഞാൻ മാക്സിമം നോക്കാം. എങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയാം, കർത്താവ് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നേടിയെടുക്കാൻ വേണ്ടി നീ ചിലതിനെ ചവറെന്നെണ്ണാൻ തീരുമാനിക്കുക. അങ്ങനെ 1, 2 എന്ന് പതുക്കെ ചവറെന്നെണ്ണാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയും, ഇവനൊരു വൃദ്ധനാണ്. അവന്റെ വേഷം കൊണ്ടല്ല, അവന്റെ മുടിവെട്ട് കണ്ടിട്ടല്ല, അവന്റെ സ്റ്റൈല് കണ്ടിട്ടല്ല, വസ്ത്രധാരണം കണ്ടിട്ടല്ല, അവന്റെ ഉള്ളിലെ തീരുമാനം കണ്ടിട്ടാ സ്വർഗം നിശ്ചയിക്കുന്നത് നീ വൃദ്ധനാണോ എന്ന്. കർത്താവ് ചില കാര്യങ്ങൾ ഈ ഉപവാസം, ഞാൻ പുറകോട്ട് നോക്കുന്നേയില്ല, കാരണം ഈ ഉപവാസത്തിൽ പരിശുദ്ധാത്മാവ് എത്രയോ കാര്യങ്ങൾ നിങ്ങളെ അടുത്ത് വിളിച്ചും ദൂരെ നിന്നും പറഞ്ഞു കഴിഞ്ഞു. ദൈവമായ കർത്താവ് നിന്നെ വീട്ടിലിരുത്തില്ല, നിന്നെ ഒതുക്കിക്കളയാൻ സമ്മതിക്കത്തില്ല, നിന്നെ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഒതുക്കത്തില്ല. നിന്നെ കൊണ്ട് ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് നടത്തിപ്പിൽ വരുത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനു വേണ്ടി പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറഞ്ഞില്ലേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ പരിജ്ഞാനം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിച്ചു, യേശുവിനെ നേടണമെന്ന് ആഗ്രഹിച്ചു. സ്തോത്രം. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിനകത്ത് ദൈവം കൊടുത്തപ്പോൾ, ആ ആഗ്രഹം അകത്ത് വന്നപ്പോൾ എനിക്ക് ലാഭമായിരുന്നതല്ല, ഇത് നേടാൻ വേണ്ടി മറ്റത് ചവറം തന്നെ.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്വർഗം കുറച്ചുകൂടെ ഗൗരവമാണെന്ന് എനിക്ക് തോന്നുന്നു. നീ ചില കാര്യങ്ങൾ ചവറെണ്ണുമ്പോൾ നിന്നെ ദൈവം ഒരു വൃതനാക്കി മാറ്റി നിർത്തും. അവർക്ക് ചിലത് കിട്ടണമെന്ന് സ്വർഗം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. അവരെ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പറയുന്നത് വൃതന്മാരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വൃതന്മാരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഞാൻ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ ആരോടാണിത് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങളെ ബോധിപ്പിച്ചു എന്നാണ് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് എൻ്റെ വിചാരം. സ്തോത്രം. വൃദ്ധന്മാരോട് പറയുകയാണ്, അവൻ നിങ്ങളെ, ഈ വൃദ്ധന്മാരെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീടി താണിരിക്കാൻ. പത്രോസിൻ്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനം, ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം, ഇതിനകത്തെ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവാണ് ഈ ആലോചനയുടെ ഉപജ്ഞാതാവ്. ഇതിനകത്തെ ലേഖനത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ദൂതിൻ്റെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ്. പക്ഷെ അത് അവതരിപ്പിച്ചത് പത്രോസാണല്ലോ എഴുതിയത്. പത്രോസ് ഇത് എഴുതിയത് മുഴുവൻ പത്രോസിൻ്റെ അനുഭവത്തിലൂടെയാണ്. സ്തോത്രം. പത്രോസിൻ്റെ അനുഭവത്തിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൂത് ദൈവം നമ്മളെ ഏൽപ്പിക്കും. ആ ഏൽപ്പിക്കുന്ന ദൂത് അവതരിപ്പിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വർഗത്തിൽ ദൈവം ഈ ദൈവദാസന്മാർക്ക് തരും. അത് പ്രവചിക്കുന്നവരാണെങ്കിലും, അത് പ്രസംഗിക്കുന്നവരാണെങ്കിലും, എഴുതുന്നവരാണെങ്കിലും അവർക്ക് ദൈവമായ കർത്താവ് ആ ദൂത് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം തരും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, ദാവീദ് വലിയൊരു ഗുരുതരമായിരിക്കുന്ന തെറ്റ് ചെയ്തു, പാപം ചെയ്തു. പാപം ചെയ്തിട്ട് ഒരു വർഷം പിന്നിട്ടു. ഒരു വർഷം പിന്നിടുന്നവരെ ദൈവമായ കർത്താവ് ദാവീദിൻ്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ട് ഏതെങ്കിലും സമയത്ത് തന്നെത്താൻ തനിക്ക് ബോധം വന്ന് ദൈവത്തോട് പറയുമോ എന്നറിയാൻ വേണ്ടി ദൈവം മിണ്ടാതെ ഒരു കൊല്ലത്തോളം ഇരുന്നു. പക്ഷെ ദാവീദ് ഓർത്തു, 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ആ കാര്യം സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് വിചാരിച്ച് ദാവീദ് ആ കാര്യം മറന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഒരു വർഷത്തോടടുക്കുന്ന സമയത്ത് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. നാഥാനോട് ദൈവം പറഞ്ഞു, ദാവീദ് രാജാവാണ്, വലിയ മനുഷ്യനാണ്, പക്ഷേ ദൈവദൃഷ്ടിയിൽ ഗുരുതരമായിരിക്കുന്ന ഒരു തെറ്റിലകപ്പെട്ടിരിക്കുന്നു. നീ അവനോട് ആ കാര്യം ചെന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ചെന്നിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അങ്ങ് വലിയ തെറ്റിലകപ്പെട്ടിരിക്കുകയാണ്, ഇന്നതാണ് ആ തെറ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നാഥാൻ ചെന്ന് അവതരിപ്പിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാന്ന് പിടികിട്ടില്ല അല്ലേ? 51 സങ്കീർത്തനം എഴുതാനുള്ള പശ്ചാത്തലം പറഞ്ഞ് ഞാൻ ഈ രാത്രി പറയുന്ന ഓർത്തുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിരിക്കണ്ട. സ്തോത്രം. ഏതാ തെറ്റ്? അതിൻ്റെ പശ്ചാത്തലമാണിത്. അപ്പം അത് അവതരിപ്പിക്കുക. എങ്ങനെയാണ് നാഥാൻ ചെന്ന് പറഞ്ഞത്? ഒരു മനുഷ്യന് ഒരുപാട് ആടുകളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്തോത്രം വീടിനോട് അടുത്ത് തന്നെ ഒരാടിനെ മാത്രം വളർത്തുന്നൊരു പാവപ്പെട്ട ആളുണ്ടായിരുന്നു. ആ ആട് സ്തോത്രം അദ്ദേഹത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ ബാക്കി തിന്നുകയും കഴിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നു, ഉറങ്ങി. ഒരു ദൂത് പറയുക. ദൈവം പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ദാവീദ് ആ വാള് കയ്യിലുള്ളവനാ, ബാലരുടെ മേലെ കഥ പറഞ്ഞുകൊണ്ട് വേണം ദൂത് പറയാൻ, അല്ലെങ്കിൽ വെട്ട് കിട്ടുമെന്ന് പറഞ്ഞു വിട്ടോ? പറഞ്ഞോ? ഇല്ല. ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അവനെ മനസ്സിലാക്കി കൊടുത്തിട്ട് അവനെ മാനസാന്തരപ്പെടുത്തിയിട്ട് വേണം വരാൻ. ഇത്രേ ദൈവം പറഞ്ഞോളൂ. ആ സംഭവം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഈ പോകുന്ന കക്ഷിക്ക് തീരുമാനിക്കാം. പോകുന്ന വഴിക്ക് ഇത്രയും വലിയൊരു മനുഷ്യൻ ദാവീദ് എന്ന് പറയുന്ന ആള് നല്ലവനാണ്, പക്ഷെ ഒരു സംഭവം സംഭവിച്ചു. പക്ഷെ നാഥാനൊക്കെ ആയിട്ട് ഭയങ്കര മാനസിക അടുപ്പമുള്ളതാണ്. പെട്ടെന്ന് കയറി ദാവീദിനെയും വേദനിപ്പിക്കാൻ വിഷമമുണ്ട്. പക്ഷെ ദൂത് ദൈവം പറഞ്ഞത് പറഞ്ഞേ പറ്റൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം വളരെ പ്രൗഢമായിരിക്കുന്നൊരു തിരക്കഥയുണ്ടാക്കി. ആ തിരക്കഥയിലൂടെ പതുക്കെ പഴത്തിനകത്ത് വെച്ച് മരുന്ന് കൊടുക്കുന്നത് പോലെ അതിലൂടെ ദൂത് കൊടുത്തു. അപ്പോൾ ഒരു ദൂത് കൊടുക്കാൻ, അത് ഏത് പരുവത്തിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ പറയുന്നവർക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജനപ്രിയ പ്രസംഗികരൊക്കെ ഉണ്ടാവുന്നത്. അസൂയുണ്ടോ? മനസ്സിലായോ? എല്ലാവരും പറയുന്ന യേശുവിനെയാ, എല്ലാവരും പറയുന്നത് ഈ വചനത്തിലെയാ. പക്ഷെ മനുഷ്യൻ നീറിപ്പൊകഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ നീറ്റലിനകത്ത് അവന്റെ വേദനയെ തലോടിക്കൊണ്ട് സത്യം പറയാൻ കഴിവുണ്ടെങ്കിൽ
അതിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവുണ്ടെങ്കിൽ ആളുകൾ കേൾക്കാൻ തയ്യാറാകും, അവരന്വേഷിക്കാൻ തയ്യാറാകും, അവർ നിന്നെ തപ്പി വരും. അപ്പൊ ഈ കാര്യം ഓർത്തോളണം. ഒരു കാര്യം വീട്ടിൽ പറയുകയാണെങ്കിലും പറയാനുള്ള കൃപ കർത്താവേ. സ്തോത്രം. ഞാൻ പ്രസംഗം മാറ്റി വെച്ചിട്ട് പറയുകയാണ്, വീട്ടിലൊരു കാര്യം പറയണം. അത് പറയേണ്ട പോലെ പറഞ്ഞായിരുന്നെങ്കിൽ കാര്യം നടന്നതിന് വഴക്കുണ്ടാവില്ലായിരുന്നു. പക്ഷെ നമുക്കത് അവതരിപ്പിക്കാൻ സ്തോത്രം കഴിയാതെ പോയി. പറയേണ്ട പോലെ പറയാൻ പൗലോസ് സഭയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വേണ്ടി വാ തുറക്കുമ്പോൾ പറയേണ്ടവണ്ണം പറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മുഴങ്കാലും മേലെ ഇരുന്ന ദൂത് കിട്ടും, പക്ഷെ ദൂത് പറയേണ്ടവണ്ണം പറഞ്ഞില്ലെങ്കിൽ ഏക്കേല. അതിന്റെ കൃപ ഇന്ന് രാത്രി ദൈവം തരണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം വീണ്ടും സ്വർഗത്തിലെ ദൈവം പഴുതടച്ച് ചിലരെ രക്ഷിക്കാൻ പോകുകയാ. നിനക്ക് പറയേണ്ടവണ്ണം പറയാൻ നീ വേറെ ആരെ കൊണ്ടും പറയിപ്പിക്കണ്ട. പറയാൻ നിന്നേക്കാൾ നല്ല കക്ഷിയെ ദൈവം കണ്ടിട്ടില്ല. അതുപോലെ നീ മുഴങ്കാലും മേലിരുന്ന് ദൂത് പിടിക്കും. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പലതും പ്രാപിക്കും. പക്ഷെ പറയേണ്ടവണ്ണം പറയാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നിന്നെ താഴയിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല. കർത്താവ് ഇന്ന് രാത്രികാലം ആരോടൊക്കെ പറയുന്നു, നിന്റെ ഭാഷ മാറാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ സംഭാഷണ രീതി മാറാൻ പോവുക. കർത്താവിനും ജനത്തിനും ഒരുപോലെ പ്രീതി വരുന്ന നിലവാരത്തിൽ നിന്റെ പഴയ വാക്കുകളെ ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. ഉദരാബ ശന്തരാദലക്ഷസിയ. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ സ്തോത്രം. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. മറ്റേ കഴമ്പായ സാധനം കേൾക്കാൻ വേണ്ടി മാത്രം ഇരുന്നാൽ മണി 9 ആവും, അപ്പം ഞാൻ നിർത്തും. സ്തോത്രം. മനസ്സിലായോ? ഇതൊക്കെ അടുത്തിരിക്കുന്ന ചേച്ചിയോടാ ചേട്ടനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കെട്ട് കിടക്കുന്നത്. ബാക്കി ഒരു കുഴപ്പവും അങ്ങേക്കില്ല. ബാക്കി എല്ലാം ഓക്കെയാണ്. വേണ്ടുമ്പോളും പ്രാർത്ഥിക്കും, ആരും പറയാതെ ഉപവസിക്കും. പക്ഷെ ഒരു കൊച്ചു കുഴപ്പമുണ്ട്, പറയേണ്ട പോലെ പറയാൻ അറിയാല. സ്തോത്രം. അതുകൊണ്ട് വർത്തമാനം കേൾക്കുമ്പോഴേ ആളുകൾ പറയും ഇങ്ങനെ ഒക്കെയല്ല നമ്മുടെ കമ്പനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ 8ാമത്തെ കമ്പനിയാണ് മാറുന്നത്. കാളയെപ്പോലെ പണിയെടുക്കും, സ്തോത്രം, സമരം ചെയ്യുകയല്ല, പക്ഷെ പറയേണ്ട പോലെ പറയാൻ അറിയാല. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പഴുതോടെ ഇന്ന് രാത്രി അടഞ്ഞോട്ടെ. നമ്മൾ ഉപ്പിനാൽ രുചി വരുത്തിയത്, കേൾക്കുമ്പോൾ കൃപ ലഭിക്കുന്നത്, ആകർഷണത്തോളത്, ഇതെല്ലാം ദൈവം തരാൻ വിശ്വസ്തനാണ്. നമുക്ക് ദൈവം തന്നില്ലെങ്കിൽ ഇല്ല. എൻ്റെ ആധരത്തിന്മേൽ ഇന്ന് രാത്രികാലം ഒരു മധുരം ദൈവം പകരും. ഇന്ന് മുതൽ എൻ്റെ സംസാരം മാറും, എൻ്റെ സംഭാഷണം മാറും, എൻ്റെ രീതി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. സ്വർഗം അത് തന്നാൽ ഒരുപാട് വിഷയങ്ങൾ മാറും. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പറയേണ്ടതുപോലെ പറയാൻ ദൈവത്തിൻ്റെ കൃപ തന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. പത്രോസ് ഞാൻ പറയാൻ വന്ന കാര്യം അതിനിടയ്ക്ക് കയറി വരുന്ന ദൂതുകളായി പറയുന്നത്. പത്രോസ് പറയാൻ വന്നിരുന്ന, അല്ലെങ്കിൽ സ്തോത്രം അവതരിപ്പിച്ചത്, പത്രോസിന് വലിയ ദൂതാണ് ഈ ലേഖനത്തിനകത്ത് എഴുതാൻ വേണ്ടി കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷേ എഴുതണമെങ്കിൽ ഒരു പശ്ചാത്തലം വേണം. ഞാൻ സാധാരണ അതിനെക്കുറിച്ച് പറയാറുണ്ട്. പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരാൾക്ക്, എഴുതാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു സ്തോത്രം കുപ്പി മഷിയും ഒരു ബ്രഷും കൊടുത്തിട്ട് ഈ ശൂന്യതയിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കൽ നടക്കുകയില്ല. വരയ്ക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രതലം വേണം, ഒരു ഭിത്തി വേണം. അവിടെയാണ് എഴുതാൻ പറ്റുള്ളൂ, അവിടെയാണ് വരയ്ക്കാൻ പറ്റുള്ളൂ, ഒരു കടലാസിനകത്തേ പറ്റുള്ളൂ. ഇതുപോലെ ഒരു ദൂത് അവതരിപ്പിക്കാൻ ഒരു പശ്ചാത്തലം ഉണ്ടാകണം. പൗലോസിനെ സംബന്ധിച്ച് പൗലോസിൻ്റെ എഴുത്തും പത്രോസിൻ്റെ എഴുത്തും തമ്മിലുള്ള വ്യത്യാസം ഈ പത്രോസ് തന്നെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എങ്ങനെയാണ്? പൗലോസിൻ്റെ പല എഴുത്തുകളും ഗ്രഹിക്കാൻ പോലും പ്രയാസമുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണെന്ന് ഞാൻ പറയാം. പത്രോസിൻ്റെ 2-ാം ലേഖനം അവസാനത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-16. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. സ്തോത്രം.
പൗലോസിന്റെ എഴുത്തിന്റെ പ്രത്യേകത സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചിലതുണ്ട്. പത്രോസ് പറഞ്ഞത് എന്റെയും പൗലോസിന്റെയൊക്കെ ലേഖനം വായിച്ചാൽ സാധാരണക്കാർക്ക് പിടികിട്ടില്ലെന്നാണോ? അങ്ങനെയാണോ? എന്നോട് ഞാൻ പറയാം. സ്തോത്രം. എഴുന്നേറ്റ് ശ്രദ്ധിച്ചു. പത്രോസ് എന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ നമ്മുടെ സ്തോത്രം പ്രിയ സഹോദരനായ പൗലോസിന്റെ എഴുത്തുകളിൽ പലതും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അല്ലാതെ എന്റെയും പൗലോസിന്റെയൊക്കെ ലേഖനം വായിച്ചാൽ എല്ലാവർക്കും പിടികിട്ടില്ലെന്നാണോ? അല്ല. സ്തോത്രം. നാള് ആവേശം കയറി പ്രസംഗിച്ച് ഒരാൾ പറഞ്ഞു, ഞാനും ദൈവം കൂടിയാ ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ കൂട്ടുപിടിച്ചില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ ലേഖനമൊക്കെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാവും. പക്ഷെ പൗലോസ്, നമ്മുടെ സഹോദരനായ പൗലോസിൻ്റെ എഴുത്തുകൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? പൗലോസിൻ്റെ എഴുത്തുകളുടെ ക്യാൻവാസ് അത് അവതരിപ്പിച്ചത് പൗലോസിന്റെ ജ്ഞാനത്തിൽ നിന്നും അറിവിൽ നിന്നുമാണ്. സ്തോത്രം. അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന്. പൗലോസ് അന്നത്തെ കാലത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില വ്യാഖ്യാനഗ്രന്ഥങ്ങളിൽ വായിച്ചു കേട്ടിട്ടുണ്ട്, അദ്ദേഹം അന്നത്തെ കാലത്ത് ജ്ഞാനിയാണ്, അദ്ദേഹം സ്തോത്രം എന്താ പറയുക യൂണിവേഴ്സിറ്റി സ്കോളറാണ്, ന്യായപ്രമാണം അരച്ചു കലക്കി ഗമാലിയലിന്റെ പാഠപീഠത്തിൽ പഠിച്ച ആളാണ്, പരത്തി നീട്ടി വായിക്കുന്ന വായനാശീലമുള്ള ആളാണ്. അദ്ദേഹം പല സാഹിത്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ആ കാലത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടിയ പല അറിവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു യാത്രികനാണ്, യാത്രയിൽ കണ്ട യാത്രാ വിവരണങ്ങളും പ്രത്യേകതകളും തന്നെ ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട്. പട്ടാളവും റോമൻ സൈന്യവുമായിട്ടൊക്കെ അദ്ദേഹത്തിന് അടുത്തിടപെടാൻ പറ്റിയിട്ടുണ്ട്, അവിടെ കണ്ട പല കാര്യങ്ങളും തന്നെ ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സർവായുധ വർഗം ഒരു യൂണിഫോമാണ്. സ്തോത്രം. ആ യൂണിഫോം അരയ്ക്ക് സ്തോത്രം നീതി കെട്ടി, തലയിൽ ശിരസ്ത്രം വെച്ച്, കയ്യിൽ വാള് പിടിച്ച്, മറുകൈയിൽ പരിച പിടിച്ച്, സുവിശേഷത്തിൽ ഒരുക്കോളം ചെരുപ്പിട്ട്, ബൂട്ട്സ് ഇട്ട് അങ്ങനെ നിൽക്കുന്ന കാര്യം ഒരു വിശ്വാസി അവതരിപ്പിക്കുമ്പോൾ പൗലോസ് റോമൻ പട്ടാളക്കാരെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ പട്ടാളക്കാരുടെ യൂണിഫോമിനെ അതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ട് ആത്മീക പോരാളി അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം എന്ത് കണ്ടാലും അത് അടർത്തിയെടുത്തത് ആത്മീകവൽക്കരിക്കുക, എഴുതുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രയിൽ കണ്ടതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രേത്തരെ കുറിച്ച് തീത്തോസിനെ സഹിക്ക വയ്യാതെ അദ്ദേഹം റിസൈൻ കൊടുത്തിട്ട് പോരാൻ പോകുക, ഇവരുടെ ഇടയിൽ ശുശ്രൂഷിച്ച രക്ഷപ്പെടിയല്ല, നടക്കുകയല്ല, ഒന്ന് മടുത്തു, ഇവരെത്ര പ്രാർത്ഥിച്ചാലും നന്നാവിയല്ല ഉണ്ട്. സ്തോത്രം. വേണ്ടെന്നും പറഞ്ഞ് തീത്തോസിനെ പൗലോസാണ് അവിടെ ആക്കി വെച്ചത്. ശേഷം കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി ആക്കി വെച്ചത് പൗലോസാണ്. പക്ഷെ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് യാതൊരു മാറ്റവും വരാത്തതുകൊണ്ട് തീത്തോസ് മടങ്ങിപ്പോരാൻ ഒരുങ്ങുമ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടി എഴുതിയ കത്താണ് തീത്തോസിന്റെ ലേഖനം. അതിനകത്ത് അദ്ദേഹം എഴുതി, തീത്തോസേ, സ്തോത്രം, എല്ലാ ആൾക്കാരും ഒരുപോലല്ല. ക്രേത്തര് അസത്യവാദികളാണെന്നും പെരുവയറന്മാരാണെന്നും പിന്നെ അങ്ങനെ കുറെ കാര്യം എഴുതിയിട്ട് പറയുന്നു, ഇതൊക്കെ അവരുടെ കവീവരന്മാരിൽ തന്നെ ഒരാൾ എഴുതിയിട്ടുണ്ടല്ലോ. അതെങ്ങനെ പൗലോസ് പറഞ്ഞു? അപ്പൊ അദ്ദേഹം ഹിസ്റ്ററി പഠിച്ചു, ഒരു നാട്ടിൽ ചെന്ന് പ്രവർത്തിക്കാൻ നേരത്തെ നാടിന്റെ പശ്ചാത്തലം പഠിച്ചു, അവിടുത്തെ ആളുകളുടെ കൾച്ചർ പഠിച്ചു, അവരുടെ പിതാക്കന്മാരുടെ രീതി പഠിച്ചു, അവരുടെ സ്വഭാവം പഠിച്ചു. അതൊക്കെ മനസ്സിലാക്കുന്ന പുസ്തകങ്ങളും പരമ്പരാഗതമായിരിക്കുന്ന സോഴ്സുകൾ ഉപയോഗിച്ചു. അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ആളുകൾക്കകത്ത് കഴിവുണ്ട് അദ്ദേഹത്തിന് അതിനെല്ലാം. അതുകൊണ്ട് തീത്തോസിനോട് പറഞ്ഞു, അവരുടെ കുഴപ്പമില്ല, അവരുടെ ജനിതകമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ, അത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറിയല്ല. നീ ഇങ്ങ് വന്ന വഴിക്ക് സ്തോത്രം കയറി വരുന്ന വഴിക്ക് നീ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് മാറിയല്ല. നീ മനസ്സിലാക്ക്, അവർക്ക് ജനിതകമായിരിക്കുന്ന ഒരു കൾച്ചറുണ്ട്, അത് മാറ്റിയെടുക്കാനാണ് നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. അതിൽ നീ പരാജയപ്പെടരുത്. അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചു. നീ ഓർത്തു നോക്കിയേ, ഞാനും നീയൊക്കെ ഇതിനേക്കാൾ മോശമായിരുന്നു. അയ്യോ, നിങ്ങൾ തീത്തോസിന്റെ ലേഖനം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് നിങ്ങൾ 10 മണിയാക്കും. സ്തോത്രം. നോക്കിയേ, ആ ലേഖനത്തിലേക്ക് നോക്കിയേ, എഴുതിയിരിക്കുന്നത് എങ്ങനെയാ നിങ്ങളെ കാണിച്ചു തരാം. സ്തോത്രം. തീത്തോസിന്റെ ലേഖനത്തിൽ എങ്ങനെ പറഞ്ഞിട്ട് ഒരു 3-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, 2-ാം വാക്യം, 3:2. തീത്തോസ് 3:2, തീത്തോസ് 3:3, തീത്തോസ് 3:3.
മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്ക് ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. അപ്പൊ നമ്മളും വലിയ മെച്ചമൊന്നും അല്ലായിരുന്നു. നീ എങ്ങനെയാ? നാമൊന്നല്ല എഴുതിയത്. നീ എന്താ നന്നായേ? നിന്റെ വായിലെ വാക്കെന്നാ നല്ലതായേ? അമ്മ പെങ്ങന്മാരെ നിൽക്കുമ്പോൾ നിന്നോട് വർത്താനം പറയാൻ പേടിയായിരുന്നു. ആ നിന്നെ ദൈവം ഇത്ര മാറ്റിയെങ്കിൽ ക്രേത്തരെ മാറ്റൂലേ? നിന്റെ മോനെ മാറ്റൂലേ? അങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൂടെ? നിന്നെ മാറ്റിയ ദൈവത്തിന് നിന്റെ മോനെ മാറ്റാൻ പറ്റില്ലേ? നിന്റെ മോളെ മാറ്റാൻ പറ്റില്ലേ? ഞാൻ ഈ പകൽക്കാലം ദൈവത്തിന്റെ ചക്രത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ട് പറയാം, നീ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. ആത്മാവ് ഇന്ന് രാത്രി ഹൃദയത്തിൽ കയറി സംസാരിക്കുമ്പോൾ കൂടുതൽ ആള് കളിക്കാതെ, കൂടുതൽ ഭക്തി നടിക്കാതെ സമ്മതിക്കുക നല്ലത്. പറഞ്ഞു, നീ ആരായിരുന്നു? കർത്താവ് ആ ലിസ്റ്റ് മുഴുവനും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ മിക്കവാറും നിന്നെ സഭയെ കയറ്റിയല്ല. സ്തോത്രം. അതുപോലത്തെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അനുസരണം കെട്ടു, ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്തവരാ നമ്മളും. പിന്നെ നമ്മൾ അങ്ങനെ മാറി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവിടുന്ന് നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണാപ്രകാരം എത്ര രക്ഷിച്ചത്. അവിടുന്ന് അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടൊരു പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശമായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടുമാണ് നമ്മളെ മാറ്റിയത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം രാവിലത്തെ പോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ട്രെയിൻ ട്രാക്ക് തിരിച്ചു വിടുന്നത് പോലെ ദൂത് തിരിച്ചു വിടുന്നു. നിന്റെ നിരാശ മാറ്റാൻ എങ്ങനെയാ നീ മാറിയെന്നറിയാമോ? എങ്ങനെയാ നീ മാറിയെന്നറിയാമോ? നിന്റെ മേലിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടാണ് സ്വർഗം നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളുമാക്കിയത്. നന്ദിയോടെ പറ ഹല്ലേലൂയ. അതിന്റെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കരുത്, പരിശുദ്ധാത്മാവിനെ കൊടുക്കാവൂ. ഹല്ലേലൂയ. ഞാൻ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നെങ്കിൽ, നന്നായിട്ട് സംസാരിക്കുന്നെങ്കിൽ, കുളിച്ച് മുടി ചീകി ഒരുങ്ങി നടക്കുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കും അല്ല, ദൈവാത്മാവിനാണ്. എന്നെ മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ നവീകരണമാണ് എന്നെ മനുഷ്യനാക്കിയത്. ആരോടോ ദൈവം ഇടപെടുകയാ. നിന്റെ മേൽ രൂപാന്തരം വരുത്തിയ ദൈവാത്മാവ് നിന്റെ മകനെ മാറ്റും, നിന്റെ മകളെ മാറ്റും, നിന്റെ ഭർത്താവിനെ മാറ്റും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല രാത്രിക്കാല സ്വർഗം പറയുന്നു, ഇത് നവീകരണത്തിന്റെ രാത്രിയായി. ആരുടെ? പരിശുദ്ധാത്മാവിന്റെ. അപ്പൊ തീത്തോസനോട് പറഞ്ഞു, ഞാനും നീ ഒന്നും ഒത്തിരി നല്ലവരല്ലായിരുന്നു. നമ്മളിങ്ങനെ ഹല്ലേലൂയ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പഠിച്ച് കറസ്പോണ്ടൻസ് കോഴ്സ് കഴിഞ്ഞു, പിന്നെ എങ്ങാണ്ട് പോയി പഠിച്ചു. അങ്ങനെ പഠിച്ച് നമ്മളെ മാറ്റിയതല്ല. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. ആത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങി. അന്ന് നമുക്ക് ബോധം വന്നു. ചെയ്തുകൊണ്ടിരുന്ന സകല പാപങ്ങളും ആത്മാവ് തിരുത്തി. അപ്പോൾ നമ്മുടെ രീതി മാറി, നമ്മുടെ ശൈലി മാറി, നമ്മളോട് സംസാരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമായി. പെറ്റ അമ്മ പോലും നിന്നെ നന്നായിട്ടൊന്ന് നോക്കിയത് നിന്റെ മേൽ ആത്മാവ് വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് അമ്മയ്ക്ക് പോലും നോക്കാൻ പേടിയായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ മാറ്റുന്ന ഒരു ആത്മാവ് ഇന്ന് രാത്രിക്കാലം ഈ സഭയ്ക്കകത്തൂടെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിക്കാലം തന്നെത്താൻ നീതീകരിക്കാതെ, സ്വയം നീതീകരിക്കാതെ, വലിയ ഭക്തനാകാതെ എന്നെ മാറ്റിയ ദൈവാത്മാവ് എന്റെ കുഞ്ഞിനെ മാറ്റാൻ പ്രാർത്ഥിച്ചു. അവനെ ഈ പ്രാർത്ഥനയിൽ കൊണ്ടുവരും. ദൈവം കൊണ്ടുവരും. ഇവിടുത്തെ കുടുംബങ്ങളോട് പറയുന്നു, നിന്നെ മാറ്റിയ ആത്മാവ് തന്നെ അവനെ ഇതിനകത്ത് കൊണ്ടുവരും, അവളെ ഇതിനകത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ.
ഒരു വീട്ടിൽ നിന്ന് 8 പേര് 7 പേരുള്ളിടത്ത് നിന്ന് 2-3 പേരെ മാത്രമേ വിടുത്തുള്ളൂ. ബാക്കിയുള്ളവരെ പുറത്തിട്ടിരിക്കുന്ന വീടുകളെ ഇന്ന് കർത്താവ് ദൂതന്മാരെ വിട്ട് വളയുകയാ. പരിശുദ്ധാത്മാവിനെ വിട്ട് നിന്നിൽ വ്യാപരിച്ച ആത്മീക ചൈതന്യ യേശുവിന്റെ നാമത്തിൽ അപ്പച്ച പരിശുദ്ധാത്മാവേ, അതുകൊണ്ട് നീ പിരിഞ്ഞു പോകരുത്, പിണങ്ങിപ്പോകരുത്, ഇറങ്ങിപ്പോകരുത്, രാജിക്കത്ത് കൊടുക്കരുത്, ക്രേത്ത വിട്ടു പോകരുത്. അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഓ റഗദുരജന ഹദദന ശംതലദാര ഉടബലബരബ ശമാനദാര ശംതലരഗദന. പരിശുദ്ധനേ, ദൈവകൃപ 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 ദൈവകൃപ. ഹല്ലേലൂയ. ആത്മാവ് രൂപാന്തരപ്പെടുത്തിയവരാണ് നമ്മളെങ്കിൽ, അതല്ല പാസ്റ്റർ പറയുന്ന പോലെ ദൈവാത്മാവിന് എൻ്റെ മേലിൽ റോളൊന്നുമില്ല, ഞാൻ മിടുക്കനായിരുന്നു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൊച്ചും മിടുക്കനായിരിക്കില്ലേ? അതല്ല, തിരിച്ച് സത്യം പറയുക, പാസ്റ്ററെ ആരോടും പറയാൻ കൊള്ളില്ല, ഞാൻ മഹാമോശമായിരുന്നു, ഒരിക്കൽ പോലും നന്നാവുമെന്ന് നാട്ടുകാർ പോലും വിചാരിച്ചല്ല, പക്ഷെ എന്നെ മാറ്റിയത് ദൈവാത്മാവാണ്. അതുകൊണ്ട് ഇനി ഒരു ദൂത് വേണ്ട, എന്നിൽ വ്യാപരിച്ച ആത്മാവിന് എൻ്റെ കുടുംബത്തെ മാറ്റാൻ കഴിയും, എൻ്റെ പിള്ളേരെ മാറ്റാൻ കഴിയും. ഇന്ന് രാത്രി ഇതിനകത്ത് സ്വഭാവ രൂപീകരണത്തിന് ആരെങ്കിലും രഹസ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവം പറയുന്നു, നീ പേടിക്കണ്ട, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ ആത്മാർത്ഥത ഞാൻ കണ്ടു, നിനക്ക് പാപത്തിൽ നിന്ന് ഊരിപ്പോരാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിന്റെ മേൽ എന്റെ ആത്മാവിനെ അയച്ചേക്കാം. ആരോടോ കർത്താവ് അങ്ങനെ പറയുന്നുണ്ട്. മനസ്സ് നന്നായിരുന്നാൽ ബാക്കി ദൈവം ചെയ്യും. ഒന്നോടെ പറയട്ടെ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ അങ്ങ് വച്ചയ്ക്ക് പറയാൻ പോവാ, ദൈവാത്മാവിനോട് പറയുന്നതിൻ്റെ പേര്, കർത്താവേ, ഞാനിവിടെ ആരാധനയ്ക്ക് വരുന്ന ആളാണ്, എനിക്കതൊക്കെ അറിയാം, പക്ഷെ എൻ്റെ ആരും അറിയാത്ത ചില രീതിയിൽ ഇന്ന കാര്യങ്ങളിൽ എനിക്ക് തെറ്റുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് രക്ഷപ്പെട്ട് ഊരിപ്പോരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ അതിൽ നിന്ന് ഊരിവിടുന്നില്ല. ഈ പ്രാർത്ഥനയിൽ കർത്താവ് എന്നെ ആ വിഷയത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് നീ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നു, ആരോടും പറയണ്ട, ഞാൻ എൻ്റെ ആത്മാവിനെ അയച്ചേക്കാം. എൻ്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നിന്നെ നവീകരിക്കും. ആത്മാവ് നവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ ഒരു ഉയർച്ചയാണ്. മലയാളത്തിലെ ചില വാക്കുകൾ കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നതാണ്, പക്ഷെ നവീകരിക്കാനൊന്നും ആയിരിക്കുകയല്ല ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ മലയാളിക്ക് കിട്ടിയത് ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നവീകരിച്ച ഷോറൂം എന്ന ഒരു ബോർഡ് കണ്ടു മലയാള മനോരമയുടെ ഫ്രണ്ടിൽ, ഒരു ഫുൾ പേജിനകത്ത് കളർഫുള്ളായിട്ടൊരു പരസ്യം വരിക, നാളെ സ്തോത്രം, നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് വിചാരിക്കണം? സ്തോത്രം. ഞാൻ ഈ വാക്ക് വെച്ച് ഒരുപാട് എൻ്റെ ഓർമ്മയിലുള്ള സ്ഥാപനങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എറണാകുളംകാരനായിരുന്നു, ഈ നാട്ടിൽ കൂടെ ഒരുപാട് നടന്നിട്ടുള്ളവനാണ്. പക്ഷെ അന്ന് സ്തോത്രം 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ മുറിയിൽ സ്തോത്രം ഒരു ഷട്ടറിനകത്ത് കുറച്ച് സ്വർണവും കുറച്ച് വെള്ളിയായിട്ടിരുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ കൗണ്ടറിൽ ഇരിക്കുകയും ഒരു സെയിൽസ്മാൻ നിൽക്കുകയും ചെയ്തൊരു പഴയ ജ്വല്ലറി. അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മക്കൾ ഏറ്റെടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ അത് പുതുക്കിപ്പണിതു നവീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നവീകരിച്ച് കഴിയുമ്പോൾ ഒരു കസേര ഒരു സെയിൽസ്മാനും അല്ല. എനിക്ക് ജ്വല്ലറിയുടെ പേരൊക്കെ പറയാൻ അറിയാം, പക്ഷേ ഞാൻ ഈ മീഡിയയിലൂടെ പറഞ്ഞ് അവർക്ക് പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ, നല്ല യോഗം വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ സ്തോത്രം മനഃപൂർവ്വം പേര് പറയാത്ത സ്തോത്രം. ഹല്ലേലൂയ. വെറുതെ സ്തോത്രം, അസൂയ കൊണ്ടല്ല, വെറുതെ നമ്മുടെ യോഗത്തിന് എന്തിനാ നാളെ നീ അവർക്ക് വെറുതെ അത് കണ്ടു കൊടുക്കുക. അപ്പോൾ അവർ ഒരു മുറിയിൽ ഒരു മനുഷ്യൻ ഒരു സെയിൽസ്മാനുമായിട്ട് ഒരു താഴും താക്കോലും ഇട്ട് പോകാൻ നേരത്ത് പിള്ളേർ ചോറ് കൊണ്ടുവരുന്ന പാത്രം പോലത്തെ ചോറ്റുപാത്രത്തിനകത്ത് സ്വർണ്ണം ഇട്ടുകൊണ്ട് വീട്ടിൽ പോകും, നാളെ രാവിലെ അത് കൊണ്ടുവന്ന് തിരിച്ചു വയ്ക്കുക. അതായിരുന്നു അന്നത്തെ ജ്വല്ലറി. ഇന്ന് നവീകരിച്ചപ്പോൾ പാർക്കിംഗ് ഏരിയയായി, കസ്റ്റമേഴ്സിന് ശ്രോത്രം ഇരിക്കാൻ വേണ്ടി വിശാലമായിരിക്കുന്ന ശ്രോത്രം മനോഹരമായിരിക്കുന്ന ഫർണിച്ചറായി, ഉടുത്തൊരുങ്ങി യൂണിഫോം നിൽക്കുന്ന 10-20 സെയിൽസ്മാന്മാരും സെയിൽസ് ഗേൾസുകളായി,
കസ്റ്റമേഴ്സിന് സ്തോത്രം അവിടെ ഡ്രിങ്ക്സും ചായയും കൊടുക്കാൻ വേണ്ടി കഫീറ്റേരിയ ഉണ്ടായി. സ്തോത്രം അവരെ സ്വീകരിക്കാൻ വേണ്ടി ഫ്ലോർ മാനേജർ ഉണ്ടായി. ടൈ കെട്ടി ആളുകൾ വന്നു, കമ്പ്യൂട്ടർ വന്നു, എന്ന് വേണ്ട എന്തൊക്കെ സിസ്റ്റം നവീകരിച്ചപ്പോൾ അടിമുടി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ഏതെങ്കിലും ബാങ്കുകാർ കടം കൊടുത്ത കാശ് കൊണ്ട് ഏതെങ്കിലും ബിസിനസ്സുകാരൻ നവീകരിച്ചപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന അത്രയും കാഴ്ച അവിടെ വന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നവീകരിച്ചാൽ ആളുകളെ ഞെട്ടിപ്പിക്കും. അപ്പാ പിതാവേ, അടിമുടി മാറും. ഞാൻ കെട്ടിടം പണിയ പരിശുദ്ധാത്മാവ് കെട്ടിടം ഫർണിഷ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. നിന്നെ കാണുന്നവർ, നിന്റെ ജീവിതം കാണുന്നവർ, നിന്റെ ശുശ്രൂഷ കാണുന്നവർ ഇനിയും നവീകരിക്കാൻ പോകുകയാ ദൈവം. ആരൊക്കെയാണോ അത് ചോദിച്ചു വാങ്ങിക്കാനിരിക്കുന്നത്? നിന്റെ മിനിസ്ട്രി ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനെ വിട്ട് നവീകരിക്കാൻ പോകുകയാണ്. കൃപാല ശബാല ശംദന രഗൽഖന അടജന രഗാല ശംദന രഗദന. ഹല്ലേലൂയ. അസാധാരണമായിരിക്കുന്ന മിഷൻ ചലഞ്ചുകൾ ദൈവം വരുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സമയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ആ പുറകിൽ വന്ന് 3 ദിവസം ഉപവാസം ഇരിക്കായിരുന്നു. കാരണം അതുപോലത്തെ സ്തോത്രം ദൈവിക നവീകരണങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് ദൈവം പറയുന്നുണ്ട്. സ്വർഗം ഇന്ന് രാത്രിക്കാലം പറയുന്നു, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നീ ആ പലകയെന്ന് വിടരുത്. ഭയങ്കര നവീകരണം വരുന്നുണ്ട്. നിന്റെ രൂപം മാറാൻ പോകുകയാ, നിന്റെ ശുശ്രൂഷ മാറാൻ പോകുകയാ, നിന്റെ വാക്ക് മാറാൻ പോകുകയാ, നിന്റെ വാക്ചാതുര്യം മാറാൻ പോകുകയാ, നിന്റെ അഭിഷേകം പിതാവേ അഭിഷേകം മാറാൻ പോകുകയാ, ആത്മ ചൈതന്യം മാറാൻ പോകുകയാ, അവതരണ രീതി മാറാൻ പോകുകയാ, നിന്റെ കെട്ടും മട്ടും മാറാൻ പോകുകയാ, നിന്റെ ഇടപെടലുകൾ മാറാൻ പോകുകയാ. ആത്മാവ് ചെയ്യാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് ഭയങ്കര മാറ്റം ഇനിയും ജനം നിന്നിൽ കാണാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. കരമടിക്കുന്ന കൂടെ ഒരു 2 മിനിറ്റ് അങ്ങ് പ്രാർത്ഥിച്ചോ. ആരോടോ പറയുന്നു, ദൈവം എഴുതി വെച്ചത് സ്വർഗം കണ്ടു. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. നിന്നെ മുരടിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന, നിന്നെ പഴയ മനുഷ്യനാക്കുന്ന ആ പഴയ ടെൻഡൻസി ആത്മാവിനെ അയച്ച് ഞാൻ നവീകരിച്ചേക്കാമെന്ന് ഇന്ന് രാത്രി ഉറപ്പ് തരുമ്പോൾ എത്ര പേര് സ്വർഗത്തോട് പറയും? ആ ഓൺലൈനിലൊക്കെ ഇരിക്കുന്ന എത്ര പേര് പറയും, ദൈവമേ ആത്മാവ് വ്യാപരിക്കുന്നിടത്തേക്ക് ഓടി വാ. നിങ്ങൾ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ അവിടെ നവീകരണം ആരംഭിക്കുക. നിന്റെ ജീവിതം മാറുകയോ, നിന്റെ മേൽ ഇറങ്ങുന്ന അഭിഷേകം നിന്നെ മറ്റൊരു മനുഷ്യനാക്കിയ അഭിഷേകം നിന്നെ പ്രഭുവാക്കി മാറ്റും. ഹല്ലേലൂയ. ആത്മാവ് ഇടങ്ങാൻ തുടങ്ങിയാൽ നിന്നെ പ്രഭുവാക്കി മാറ്റും എന്ന് സ്വർഗം അരുളി ചെയ്യുന്നു. ചെയ്യുന്നതൊക്കെ സാധിക്കും. അതുകൊണ്ട് ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യോഗം തീരും 2 ദിവസം. ഇനി ഈ 18 കഴിഞ്ഞാൽ സ്തോത്രം ഭയങ്കര ഇറക്കം പോലെയാണ്. പെട്ടെന്ന് തീരും 3 ദിവസം. സ്തോത്രം. ആ 3 ദിവസം കൊണ്ട് തീരും. പക്ഷെ അതിനു മുമ്പ് ആത്മാവിൻ്റെ ഒരു നവീകരണം ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവരെ വെറും കൈയോടെ വിടിയേല. ആത്മപകർച്ച ഇതിനകത്ത് സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങും, അടയാളങ്ങൾ നടക്കും, രൂപാന്തരം വരും. അതുകൊണ്ട് തീത്തോസിന്റെ ലേഖനത്തിലേക്ക് കയറേണ്ട വന്നത് ആരെയോ നവീകരിക്കാനുള്ളത് കൊണ്ടാണ്. ഈ പ്രസംഗത്തിനകത്ത് അത്രയും പോകേണ്ട കാര്യമില്ല. ഇപ്പം രാജിവെക്കരുത്, മനസ്സ് മടുക്കരുത്. തീത്തോസിനോട് പറഞ്ഞു, നമ്മൾ അത്ര നല്ലവരൊന്നുമല്ലായിരുന്നു, നമ്മളും മോശക്കാരായിരുന്നു. നമ്മളെ മാറ്റിയത്, നമ്മളെ ജനം വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ബെഡ്റൂം തുറന്ന് തന്ന് അവർ പുറത്ത് കിടന്നിട്ട് നമുക്ക് 1-ാം തരം ബെഡ്ഷീറ്റ് വിരിച്ച് ചൂടോടെ ഉണ്ടാക്കി കുടിക്കാൻ ബാത്റൂമിൽ കൊണ്ടുവച്ച് തരുന്നത് നീ പുണ്യവാളനായതുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നവീകരിച്ചോണ്ടാ. ഹല്ലേലൂയ. ആ ഓർമ്മ ഷാജി പാസ്റ്റർ എന്ന എനിക്ക് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. എപ്പോഴും ആളുകളുടെ നടുവിൽ നിനക്കൊരു മാന്യതയുണ്ടെങ്കിൽ, 10 പേര് നിന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടെങ്കിൽ, നിന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഈ നവീകരണം ദൈവാത്മാവ് ചെയ്തതാണ്. പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്താനല്ല, അതിലും വലുത് ഇവിടെ നടക്കുന്ന നവീകരണം തീർന്നിട്ടില്ല.
റിസ്റ്റോറേഷൻ തീർന്നിട്ടില്ല. സ്വർഗം ആ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. നിന്നെ ഒരു രണ്ടാം ഘട്ട നവീകരണത്തിന്, ഒരു മൂന്നാം ഘട്ട നവീകരണത്തിന് സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥനക്കകത്ത് ദൈവത്തിന്റെ പുത്രന്റെ ചോര കൊണ്ട് സ്വർഗം മുദ്ര വെച്ച് മാറ്റി നിർത്തുകയോ എന്തിനൊന്ന് ചോദിച്ചാൽ അടുത്തൊരു നവീകരണത്തിന്റെ തുടക്കം ആത്മാവിനാൽ സംഭവിക്കാൻ. ഹല്ലേലൂയ. കേൾക്കണം പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ലേഖനത്തെ കുറിച്ച് എഴുതി. അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും സിമ്പിൾ അല്ല, നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് കാരണം അദ്ദേഹം അതിൻ്റെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് ദൂത് കർത്താവിൻ്റെ ആണെങ്കിലും അത് ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ടാണ്. വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, ജ്ഞാനമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ട് സ്തോത്രം അതിൻ്റെ പശ്ചാത്തലം ഒരുക്കി. അപ്പം അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട് ചിലത്. പക്ഷെ പത്രോസ് ദൈവം കൊടുത്ത ദൂത് പൊതുജന സമക്ഷം അല്ലെങ്കിൽ സഭാമധ്യം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ജ്ഞാനമില്ല. കാരണം സ്തോത്രം അദ്ദേഹം സ്കോളറല്ല, യൂണിവേഴ്സിറ്റി പോയിട്ട് സ്കൂൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കടലിനോട് മല്ലടിച്ച് മുക്കുവനായി നടന്ന് സ്തോത്രം രാപ്പകലില്ലാതെ അധ്വാനിച്ചു പോകുന്ന ആ മനുഷ്യൻ ലൈബ്രറി കണ്ടിട്ടുണ്ടോ? അദ്ദേഹം സ്തോത്രം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. മര്യാദയ്ക്ക് ബൈബിൾ പോലും കണ്ടിട്ടില്ല. സ്തോത്രം. അദ്ദേഹം ഒരു യാത്രക്കാരനല്ല. എന്നും അദ്ദേഹത്തിൻ്റെ കുടിലിൽ നിന്ന് കടൽ വരെ പോകും, തിരിച്ചു വരും. അതിലപ്പുറത്തേക്ക് എങ്ങും പോയിട്ടുള്ള മനുഷ്യനല്ല. സമൂഹത്തിലെ സമുന്നതരുമായിട്ട് ഇടപെട്ടിട്ടില്ല. എന്നും ഈ കൂക്ക് വിളിയും ആർപ്പ് വിളിയും മാത്രമായിട്ട് ഒറ്റപ്പെട്ട ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കിടന്ന മനുഷ്യൻ സ്വപ്നം കാണുന്നത് പോലെ പെട്ടെന്ന് ദൈവപുത്രൻ വന്ന് വിളിച്ചു. അദ്ദേഹത്തെ അപ്പോസ്തല നിരകളിൽ ഒന്നാമനാക്കി ആ ഒരു നിലവാരത്തിനകത്താക്കി വെച്ചു. പക്ഷെ അദ്ദേഹത്തെ വലിയ ദൂതേൽപ്പിച്ചപ്പോൾ അവതരിപ്പിക്കാൻ ഒരു പശ്ചാത്തലം വേണം. അതിന് ഇന്നോരുടെ പുസ്തകത്തെ കൂട്ടുപിടിച്ചും പഴയ ഗ്രീക്കിനെ കൂട്ടുപിടിച്ചും സ്തോത്രം ഇതിനൊന്നും കൂട്ടുപിടിച്ചെഴുതാനുള്ള കഴിവില്ല. ആ സമയത്ത് ആ പാവം മനുഷ്യൻ വേറെ ഒന്നും കൂട്ടുപിടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ ആ ചിത്രം വരച്ചു. മനസ്സിലായോ? സ്തോത്രം. സ്വന്തം അനുഭവത്തിലൂടെ ദൂത് പറഞ്ഞു. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, നിന്റെ അനുഭവത്തെ ദൂതാക്കാൻ പരിശുദ്ധാത്മാവിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ അങ്ങനെ ചിലരുണ്ട്. ജീവിതത്തിന്റെ തീവ്രമായ വേദനയിലൂടെ കടന്നുപോയവരെ സ്വർഗത്തിലെ ദൈവം ആ വേദന ദൂതാക്കി മാറ്റും. അദ്ദേഹത്തിന്റെ പ്രസംഗമല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണമല്ല, പ്രവചനമല്ല, അദ്ദേഹത്തിന്റെ അനുഭവം ഒരു ദൂതായി. ഒന്ന് രണ്ട് തെളിവാൻ പറയാം. ഇയ്യോബിനെ അറിയാലോ? ഇയ്യോബിന്റെ വീട്ടുചരിത്രമൊന്നും നമുക്ക് വലിയ കാര്യമല്ല. പക്ഷെ അതിനകത്ത് മുഴുവൻ അനുഭവമാണ്. എന്തനുഭവം? ഒറ്റപ്പെടലിൻ്റെ, തള്ളപ്പെടലിൻ്റെ. ഒരു മനുഷ്യൻ്റെ വീട്ടിനകത്ത് സാത്താൻ ഒരു ദിവസം കയറിയാൽ ആ വീടിന് വരാവുന്ന അപജയങ്ങളും അതിനോട് ബന്ധപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ചതയപ്പെട്ട് ഞെരുങ്ങപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ തകർന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. പക്ഷെ ഞങ്ങളെപ്പോലത്തെ ദൈവദാസന്മാർ എത്രയോ പേരെ ഈ ഇയ്യോബിൻ്റെ ചരിത്രം പറഞ്ഞ് രക്ഷിച്ചിട്ടുണ്ടെന്നറിയാം. അവിടെ ചെന്നിരുന്ന് വലിയ തലയെ കവിച്ച് ദൂതും പ്രവചനമൊന്നും അല്ല. ലാസ്റ്റ് എല്ലാം പിടിവിട്ടിട്ട് ഇങ്ങോട്ട് 100 ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഇത്രയും ദൈവത്തെ വിശ്വസിച്ചിട്ട് കർത്താവിന് വന്ന സ്തോത്രം എന്നിട്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഉത്തരം മുട്ടി എന്ത് പറയണമെന്നറിയാതെ കുറേ നേരം വീർപ്പ് മുട്ടി ഇരുന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് ശാന്തമാകുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇയ്യോബിനറിയില്ലേ? നിങ്ങളെക്കാൾ നിങ്ങളുടെ ഒരു കുഞ്ഞെ നഷ്ടപ്പെട്ടുള്ളൂ. ആ മനുഷ്യൻ്റെ എത്ര മക്കളാണ് ഒരുമിച്ച് നഷ്ടപ്പെട്ടെ? നിങ്ങളുടെ സ്തോത്രം കുറച്ച് കാശേ പോയുള്ളൂ, അദ്ദേഹത്തിന് മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നിട്ടും ദൈവം ഒരിടവേളയ്ക്ക് ശേഷം ആ മനുഷ്യനെ ഇരട്ടിയായി കൊടുത്തെങ്കിൽ ഇന്നത്തെ ദുഃഖത്തിന് നന്മ തരാൻ കഴിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ കൂടുതലൊന്നും പറയാതെ മുട്ടുകുത്തി കരഞ്ഞ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച ആ മനുഷ്യന് തിരിച്ച് സഭയെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. അതിനർത്ഥം
തിയോളജി ഏക്കാത്തടത്ത്, ശാസ്ത്രമേക്കാത്തടത്ത്, സ്വോത്രം ചിലപ്പോൾ വാക്കുകളേക്കാത്തടത്ത് തകർന്നവന്റെ സാക്ഷ്യം ഇന്നും ആളുകളെ ജീവിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് പറയുന്നു, നിന്റെ വാക്ചാതുര്യത്തെക്കാൾ എനിക്ക് ഇഷ്ടം നീ സഹിച്ച കഷ്ടങ്ങളാണ്, നീ സഹിച്ച വേദനകളാണ്, നീ ഒറ്റപ്പെടലുകളാണ്. അങ്ങനെ ചില അനുഭവങ്ങളുള്ള, ഇന്നും അനുഭവത്തിൽ കൂടെ കയറി ഇറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും ദൈവമക്കളും കേട്ടോ, നിന്റെ ആ ചരിത്ര സിനിമയാക്കാൻ പോകുക എന്നല്ല കേട്ടോ. ആ ചരിത്രേ സിനിമയാക്കാൻ പോവാന്നല്ല, അത് ദൈവം ദൂതാക്കാൻ പോവാ. ചിലരെ ജീവിപ്പിക്കാൻ, ചിലരെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരാൻ, ചിലരെ പണിതെടുക്കാൻ. നിനക്കുത്തരം കിട്ടാതെ നീ നേരിട്ട ചില ചോദ്യങ്ങൾ, നീ സഹിച്ച ചില തിക്താനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ദൈവം അനേകരുടെ വിടുതലാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചില ആളുകൾ കയറി നിന്നൊന്നും പറയണ്ട, എൻ്റെ അനുഭവം പറഞ്ഞാൽ മതി. അവരുടെ അനുഭവം പറഞ്ഞാൽ ഹല്ലേലൂയ ജനം മടങ്ങി വരും, മാനസാന്തരപ്പെടും. അതുപോലെ സ്വർഗം പറയുന്നു, ഇന്നും ചിലരെ ദൈവ ദൂതാക്കുകയാണ്. കർത്താവ് അതിന്റെ കണ്ടന്റ് തരും, അത് അവതരിപ്പിക്കാൻ, ഒരു പാത്രം പാല് കൊടുക്കാൻ, ഒരു പാത്രം പോലെ നിന്റെ അനുഭവത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം ചിലരുടെ വിടുതലിനായി. എത്ര പേര് നീ സഹിച്ച കഷ്ടങ്ങൾ, നിനക്ക് മാത്രം നേരിട്ട വേദനകൾ, നീ സഹിച്ച നൊമ്പരങ്ങൾ, നീ സഹിച്ച അപമാനങ്ങൾ, അത് നീ ഡിപ്പോസിറ്റ് ആണ്, നഷ്ടമാകില്ല. അത് കർത്താവ് ഭയങ്കര വിടുതലാക്കാൻ പോകുന്നു എന്ന് വീണ്ടും ഇതിനകത്ത് ആളുകളെ തൊട്ട് 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 ദൈവാത്മാവ് ഇടപെട്ടിട്ട് പറയുകയാണ്, ആ കഷ്ടങ്ങൾ ആലോചനയാക്കാൻ പോകുന്നു എന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തെ, ഒരു മനുഷ്യനും നേരിട്ടിട്ടില്ലാത്ത യോബിൻ്റെ ഈ പിശാചിനൊക്കെ ഒരു ദിവസം ആ വീട്ടിനകത്ത് വേലി പൊളിച്ചു കൊടുത്ത ആ പ്രത്യേക സന്ദർഭം, അങ്ങനെയല്ലേ പറഞ്ഞ് വേലി കെട്ടിയിരിക്കുകയാണ്. വേലി പൊളിച്ചു കൊടുത്ത ആ സന്ദർഭത്തിനകത്ത് സാത്താനകത്ത് കയറി. അന്ന് മുതൽ വലിയ തകർച്ചയായി. വാസ്തവത്തിൽ ഞാൻ ആ ഭാഗത്ത് ചില കാര്യങ്ങൾ വായിച്ചിട്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വളരെ പൈശാചികമായിരിക്കുന്ന സ്വാധീനത്തിൻ്റെ പുറകിലെ ശക്തിയെക്കുറിച്ച് അമ്പരന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ, യോബിൻ്റെ സ്നേഹിതന്മാരും 3 പേര് യോബിൻ്റെ വീട്ടിലേക്ക് വന്നത് കുറ്റം പറയാനല്ല, വിമർശിക്കാനല്ല. ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യോബ് എന്ന സ്നേഹിതന് നേരിട്ടിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് കേട്ടിട്ട് അവരെ ആശ്വസിപ്പിക്കാനല്ലേ, അവരോട് കൂടെ സഹതപിപ്പാനും ആശ്വസിക്കാനും വേണ്ടിയിട്ടാണ് അവർ 3 പേരും കൂടി വന്നത്. എന്നിട്ട് എന്താ പറ്റി? അകലെ വെച്ച് ആ രംഗം നിങ്ങൾ നോക്കണം. 3 സ്നേഹിതന്മാർ വീട്ടിലേക്ക് വന്നപ്പോൾ ഇയ്യോബ് എല്ലാവരും നഷ്ടപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാൻ, ശരീരത്തിൽ ഒരു തണത്തിൽ പഴുത്ത വ്രണങ്ങൾ വന്നിട്ട് പഴുത്ത് നാറി, പുഴുക്കൾ ഞുണയ്ക്കുന്നത് ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടി പുഴുക്കളെ താഴെ ഇട്ടുകൊണ്ടിരിക്കുക, തലമുടി പൊഴിഞ്ഞ് കവളൊട്ടി ആകപ്പാടെ നിരാശനായി ചാരം മാറി, ശരീരത്തിലിട്ടൊന്നും മെഡിസിൻ ഇല്ലല്ലോ, നീറ്റിനും പുകച്ചിനും മാറ്റാൻ വേണ്ടി ഇരിക്കുന്ന രംഗം ദൂരത്തുനിന്ന സഹോദരന്മാർ സ്നേഹിതർ കണ്ടിട്ട് അവരെന്ത് ചെയ്തു? ഉറക്കെ കരഞ്ഞു. എന്നിട്ട് വസ്ത്രം കീറി പൊടിവാരി മേളിലേക്ക് തലയിലേക്ക് ഇട്ടു. എന്നിട്ട് അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ സ്തംഭിച്ചു പോയി. കുറ്റം പറയാൻ വന്നവരല്ല, വിമർശിക്കാൻ വന്നവരല്ല, വഴക്കുണ്ടാക്കാൻ വന്നവരല്ല. ഇയ്യോബിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച് തകർക്കാൻ വന്നവരല്ല, വന്നത് നല്ല ഉദ്ദേശത്തിലാ, സഹായിക്കാൻ വന്നതാ, ആശ്വസിപ്പിക്കാൻ വന്നതാ. വന്നപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു, വസ്ത്രം കീറി. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെ തകർച്ചയും ശാപവും നശിപ്പിക്കുമോ എന്നോർത്ത് 7 ദിവസത്തേക്ക് അവർ തമ്മിൽ മിണ്ടാതെ സ്തംഭിച്ചിരുന്നു. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ കെട്ടും മട്ടും മാറുക, ഇവരുടെ രീതി മാറുക. ഇവർ പറയുന്നത് മുഴുവൻ കുത്തുവാക്കായി, ഇവർ പറയുന്നത് മുഴുവൻ വേദനിപ്പിക്കുന്ന വാക്കായി, വ്യസനിപ്പിക്കുന്ന ആശ്വാസകരായി. ഇവർ പറയുന്നത് മുഴുവൻ ഇയ്യോബിനെതിരായി. നിങ്ങൾ ഓർത്തേ, ഇത് പറയാൻ വേണ്ടി കൂടി ആലോചിച്ച് വന്നതല്ല. എന്ത് സംഭവിച്ചു? സാത്താൻ ഇപ്പോൾ ആ പുരയിടം കൈയടക്കിയിരിക്കുക.
പിശാച് കൈയടക്കിയിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നിന്നെ സഹായിക്കാൻ ആരെങ്കിലും കയറി വന്നാലും അവൻ ശത്രുവായി മാറും. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ചെയ്യേണ്ടത് നിന്റെ വീടിന്റെ സാന്നിധ്യം മാറ്റിയെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നിന്റെ പുരയിടത്തിനകത്ത് ദുഷ്ട വ്യാപാര ശക്തികൾ വേലി പൊളിച്ചകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് വേലി കെട്ടിയിട്ട് ആശീർവാദം പറയാവൂ. വേലി കെട്ടിയാൽ പിന്നെ ഈ കയറി വന്നവര് അവരുടെ സ്വഭാവം മാറും. നിന്റെ വീട്ടിലേക്ക് നിന്റെ മോളായി വലത്തുകാല് വെച്ച് വന്നത് നിന്നെ മുടിക്കാൻ വന്നതല്ല, നിന്റെ കുടുംബം തകർക്കാൻ വന്നതല്ല. അവിടെ കയറുമ്പോഴേക്കും ഹല്ലേലൂയ അന്തരീക്ഷം കൈയടക്കുന്ന അന്ധകാര ശക്തി ഈ സ്നേഹിതന്മാരുടെ സ്വഭാവം മാറ്റി കുറ്റം മാത്രം പറയുന്ന സ്ഥിതിയാക്കി. അപ്പൊ സാത്താന്യ സാന്നിധ്യം ഉള്ളിടത്ത് പോയാൽ സ്വഭാവം മാറിപ്പോവും. ബന്ധുക്കൾ പോലും ശത്രുക്കളായി പോവും. ബന്ധം മറന്ന് പോരാടും. നിങ്ങൾക്ക് കാര്യത്തിന്റെ കാതലെടുത്തു തരുമ്പോൾ സ്വത്ര കതിരെ കൊണ്ട് വളം വെക്കരുത്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം മാറ്റണം. ഈ യോഗം കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആത്മാവ് ഇറങ്ങണം, ദൈവ സാന്നിധ്യം ഇറങ്ങണം, അവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങൾ വട്ടത്തിരുന്ന് പാട്ട് പാടണം, ദൈവദാസന്മാരെ വിളിച്ച് വീട്ടിൽ യോഗം വെക്കണം. ചുമ്മാ വന്ന് യോഗം കൂടിപ്പോയാ പോരാ. നിന്റെ വീടിന്റെ സാന്നിധ്യം മാറ്റിയാൽ നിന്റെ കുടുംബത്തിൽ വരുന്നവരുടെ സ്വഭാവം പോലും ദൈവം മാറ്റിത്തരാമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഈ രാത്രി വീണ്ടും കർശനമായി ദൂത് പറയാ. ഹല്ലേലൂയ. സഹായിക്കാൻ വന്നവനെ ശത്രുവാക്കിയ, വലങ്കരം പിടിച്ച് കൂടെ നിർത്താന്ന് പറഞ്ഞവനെ സ്തോത്രം നിന്നെ ഇല്ലാതാക്കത്തക്ക രീതിയിൽ, ഗൂഢാലോചന നടത്തത്തക്ക രീതിയിൽ വഴി തിരിച്ചു വിട്ട ദുഷ്ട സാന്നിധ്യത്തെ ഇന്ന് രാത്രി യേശു വെട്ടുകയാണ്. ആത്മാവിന്ന് രാത്രി നിന്റെ വീടിനെ ലക്ഷ്യമാക്കുക. തുടക്കത്തിലാ ഞാൻ ഈ പുൽപ്പിറ്റിൽ കയറിയപ്പോ പറഞ്ഞില്ലേ, നിന്റെ വീടിന്റെ മോളിൽ നിന്ന് ചിലത് അടർന്ന് വീഴുന്നത് പോലെ നിന്റെ കൂടെ ദൈവം നടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യ. നിന്റെ വീടിനകത്ത് ദൈവ സാന്നിധ്യം വരട്ടെ. വീടിനകത്ത് യേശുവിന്റെ നാമത്തിൽ വിടുതൽ വരട്ടെ. അതിനകത്ത് ദൈവപ്രവൃത്തി വരട്ടെ. ഇവിടെ പ്രാപിക്കുന്ന കൃപയൊന്നും അവിടെ ചെലവാകാതെ വണ്ണം ഇവിടെ സന്തോഷിക്കുന്ന നിനക്ക് അവിടെ സന്തോഷിക്കാൻ കഴിയാത്ത ചില ദുഷ്ട മേഖലകളെ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ആത്മാവ് തന്നെ നിന്റെ രക്ഷ പൂർണ്ണമാകാൻ, നിന്റെ വിടുതൽ പൂർണ്ണമാകാൻ സാത്താന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് മാറിപ്പോട്ടെ എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്വർഗം അത് ചെയ്യട്ടെ. അധ്യായങ്ങൾ പലത് കഴിഞ്ഞു. അവസാനത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. സ്തോത്ര ഹല്ലേലൂയ. 37-ാമത്തെ അധ്യായത്തിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ അവിടെ കാണുകയാണ്. 37-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കിയാട്ടോ. 37-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടത് അവൻ ശക്തിയിൽ അത്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നോക്കി ആ ഒരു വാക്ക് 21-ാമത്തെ വാക്ക് 22-ാമത്തെ വാക്യം. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടതയുടെ കഠിന ശോധനയിൽ, വിമർശനത്തിന്റെ മുൾമുനയിൽ എല്ലാം തകർന്നവനായി ഉത്തരം മുട്ടിച്ച് പരാജയത്തിന്റെ സ്തോത്രം ഒരു വലിയ പാറക്കല്ലിൽ ഇയ്യോബിനെ ഇരുത്തിയിരിക്കുമ്പോൾ എല്ലാം തീർന്നെന്ന് പറഞ്ഞു വെല്ലജാതി മരിച്ചാ മതിയെന്നോർത്തിരിക്കുമ്പോൾ വടക്കോട്ട് നോക്കുമ്പോൾ സ്വർണ്ണ ശോഭ പോലെ എന്തോ വരുന്നു. കണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. സ്തോത്ര. തല ഉയർത്തി നോക്കി. ആരും വരാനില്ലാത്ത വീട്ടിലേക്ക്, ആരും വരാനില്ലാത്ത സാഹചര്യത്തിലേക്ക്, കുറെ നാളായി ആരും കയറിയിട്ടില്ലാത്ത പുരയിടത്തിലേക്ക് വടക്ക് നിന്ന് നോക്കുമ്പോൾ രാത്രി സ്തോത്ര ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി വരുന്നത് പോലെ സ്തോത്ര വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ എന്തോ ഇയ്യോബിന്റെ പുരയിടത്തെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ വിശ്വസിക്ക്. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ നിന്റെ വീടിനെ ലക്ഷ്യമാക്കി, നിന്റെ റൺവേയെ ലക്ഷ്യമാക്കി ദൈവത്തിന്റെ തേജസ്
വിശ്വസിക്ക്, വിശ്വസിക്ക്, വിശ്വസിക്ക്. തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത്. ഉയർച്ച വരുന്നത് തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത് വടക്ക് നിന്ന്. സ്വർണ്ണ ശോഭ പോലെ, ആരും കണ്ടിട്ടില്ലാത്ത പോലെ, ഇന്ന് വരെ വന്നിട്ടില്ലാത്തതുപോലെ, എന്തോ സ്വർണ്ണ ശോഭ പോലെ ഈ പ്രാർത്ഥനയിൽ കരയുന്നവർക്കായി, ദൈവത്തോട് യാചിക്കുന്നവർക്കായി അവിടെ നിന്ന് വരുന്നുണ്ട്. നിന്റെ വിടുതൽ വരുന്നുണ്ട്, നിന്റെ രക്ഷ വരുന്നുണ്ട്, നിന്റെ ജീവിതം മാറാനുള്ള ദൈവ തേജസ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വീകരിച്ചു. സ്വർഗ്ഗം അത് അയക്കുകയാണ്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ നിന്ന് ഡെലിവറൻസ് ചർച്ചിനെ ലക്ഷ്യമാക്കി, ഇവിടെ പ്രാർത്ഥിക്കുന്നവരെ ലക്ഷ്യമാക്കി, വർഷങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കരഞ്ഞവരെ, ഒത്തിരി വിമർശിക്കപ്പെട്ടവരെ, ഒറ്റപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ, ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി കറങ്ങി നിൽക്കുന്നവരെ, നിനക്കുള്ള വിടുതല് വടക്കു നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പതുക്കെ ലാൻഡ് ചെയ്ത് 38-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് അടുത്തടുത്ത് വന്നപ്പോൾ മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വർണ്ണ ശോഭ ഒരു ചുഴലിക്കാറ്റ് പോലെ സ്തോത്രം കറങ്ങി വന്ന് ഇയ്യോബിന്റെ പുരയിടത്തിന്റെ മുകളിൽ വന്നിറങ്ങിയപ്പോൾ അതിനകത്ത് യഹോവ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പ്രകാശം മാത്രമാണ്, അടുത്ത് വന്നപ്പോൾ അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നു. ഉൾപ്പറപ്പിനകത്ത് ദൂരത്തുനിന്ന് നോക്കിയപ്പോൾ ഒരു തീ മാത്രമാണ്, അടുത്ത് ചെന്നപ്പോൾ ദൈവം ഉണ്ടായിരുന്നു. ഏലിയാവിന്റെ കാര്യത്തിനകത്ത് ബേർശേബ ഗുഹയിൽ, മരുഭൂമിയിൽ ഗുഹയിൽ കടക്കുമ്പോൾ ദൈവമില്ലാത്ത കൊടുങ്കാറ്റ് കടന്നുപോയി, ദൈവമില്ലാത്ത തീ കടന്നുപോയി, ദൈവമില്ലാത്ത ഭൂകമ്പം കടന്നുപോയി. അവസാനം ഒരു മൃദുസ്വരം, അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ദൈവമില്ലാത്ത ഒരുപാട് കാറ്റ് നിന്റെ പുരയിടത്തിലൂടെ കടന്നുപോയി, ദൈവമില്ലാത്ത ഒരുപാട് കുലുക്കങ്ങൾ കടന്നുപോയി. എന്നാൽ ഇന്ന് രാത്രി ഒരു മൃദുസ്വരം, ഒരു ചെറിയ തീയ, ആമേൻ. അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നു. അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പുസ്തകത്തെ ആദ്യം അവസാനം കൂടി ഇങ്ങനെ ബന്ധിപ്പിക്കാറുണ്ട്. ആദ്യത്തെ അധ്യായത്തിനകത്ത് കൊടുങ്കാറ്റ് കൊണ്ടുപോയി, സകലതും കൊടുങ്കാറ്റടിച്ചു എന്നല്ല എഴുതിയിരിക്കുന്ന. ഇയ്യോബിന്റെ വീടിന്റെ 4 വശത്തുനിന്നും കൊടുങ്കാറ്റടിച്ചു. 1-ാം അധ്യായത്തിൽ കൊടുങ്കാറ്റ് കൊണ്ടുപോയത് 38-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റ് മടക്കിത്തരും. ഇന്ന് രാത്രികാലം നിന്റെ വീട്ടിൽ നിന്ന് കൊടുങ്കാറ്റ് കയറി വന്ന് കൊണ്ടുപോയത്, ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുന്നവൻ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് മടക്കിത്തരാൻ വിശ്വസ്തനാണെന്ന് സ്വർഗം ഇന്ന് രാത്രി ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. സ്വർഗം ഇറങ്ങി വന്ന് ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന്റെ വിശ്വസ്തത തെളിഞ്ഞു. ഇയ്യോബിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവസാനം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി. സ്തോത്രം. അപ്പോൾ ദൈവമായ കർത്താവ് വേലി വീണ്ടും കെട്ടി. വേലി വീണ്ടും കെട്ടിയതോടുകൂടെ സ്നേഹിതന്മാര് മാറി. അവരിപ്പോൾ ഇയ്യോബിനോട് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇത്രയും നേരം വിമർശിച്ചുകൊണ്ടിരുന്നവർ, ഇത്രയും നേരം കളിയാക്കിക്കൊണ്ടിരുന്നവർ, കുറ്റം പറഞ്ഞവർ, അതേ സ്നേഹിതർ ഇപ്പം ഇയ്യോബിൻ്റെ അടുക്ക വന്നിട്ട് പറയുകയാണ്, കാളയും കൊണ്ട് വന്നിട്ട് പറയുകയാണ്, അച്ചായൻ ഞങ്ങളുടെ യാഗം കഴിക്കണം. സ്തോത്രം. അങ്ങനെ പറയിപ്പിച്ചത് സാന്നിധ്യം മാറ്റിക്കൊണ്ടാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം മാറിപ്പോയിരിക്കുക. ഞാൻ മറ്റേ പത്രോസിന്റെ വാക്യം എടുത്ത് സ്വതന്ത്രമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷെ ദൈവാത്മാവ് അതിലേക്ക് കിടക്കുകയല്ല, കിടത്തുന്നില്ല. രാവിലെ എൻ്റെ പ്രസംഗം മാറ്റി, വൈകുന്നേരം ദൈവം മാറ്റി. കർത്താവിനായി സ്തോത്രം. ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പറയാനുള്ളതാണ് എനിക്ക് സന്തോഷം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ കൊണ്ടുവന്നതൊക്കെ മാറ്റിയിട്ട് ഇവിടെ വേണ്ടത് പറയുക. കർത്താവ് പറയുന്നു, വേലി പൊളിച്ചത് ദൈവമാണ്, കൊടുത്തത് ദൈവമാണെങ്കിൽ ആ ദൈവം തന്നെ വേലി കെട്ടിത്തരും. വേലി കെട്ടിയ പിന്നെ സാത്താന്റെ വിളയാട്ടം നടക്കില്ല. സാന്നിധ്യം മാറും, അന്തരീക്ഷം മാറും. യേശുവിന്റെ നാമത്തിൽ സ്വർഗം പ്രവർത്തിക്കും. പൊളിച്ചത് കെട്ടാൻ പോകുകയാ. ചിലരുടെ കുടുംബം പൊളിഞ്ഞു, ചിലരുടെ ബിസിനസ് പൊളിഞ്ഞു, ചിലരുടെ നന്മ പൊളിഞ്ഞു, ചിലരുടെ ജീവിതം പൊളിഞ്ഞു. ആ പൊളിഞ്ഞത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കെട്ടാൻ പോകുകയാ. ദൈവം കെട്ടാൻ പോകുകയാ. അതോടെ ശത്രുവിനെ പോലെ പെരുമാറുന്നവൻ നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരും, നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, നിന്റെ കൂടെ യാഗം കഴിക്കാൻ വരും. വിശ്വസിച്ചോ? വേലി കെട്ടി മറുപടി തരാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നു. ശക്തിയോടെ, ബലത്തോടെ, ദൈവകൃപയോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചോണ്ട് കരമടിച്ചോ. വേലി കെട്ടി തന്നെ എന്നെ ഇവിടെ നിന്ന് വിടാവൂ. നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ വരുന്നത് എന്നേക്കാൾ ശക്തരായ ദൈവദാസന്മാരാണ്. അവരെ ദൈവം ഇതിനകത്ത് വേലി കെട്ടാൻ ഉപയോഗിക്കും. പൊളിച്ചത് പിശാചാണെങ്കിൽ വേലി കെട്ടിത്തരാൻ ദൈവദാസന്മാരെ ഉപയോഗിക്കും. പൊളിച്ചതിനെ കെട്ടിയിട്ട് അതിനകത്തെ അന്തരീക്ഷം മാറും. അസ്വാത്രം മതിലില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ടെൻഡൻസിയാണ് നിന്റെ കുടുംബത്തിനെങ്കിൽ ആരൊക്കെ പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾക്ക് മാറ്റം വരില്ല. കാര്യങ്ങൾക്ക് മാറ്റം വരാൻ അതിനകത്ത് കയറിയിരിക്കുന്ന സാത്താന്യ വ്യാപാരത്തെ ഇന്ന് രാത്രി പുറത്തിറക്കിയിട്ട് സ്വർഗം വേലി കെട്ടും. യേശു വേലി കെട്ടിയ കല്ല് പിറക്കി കളയുക. വേലി കെട്ടിയ തോട്ടത്തിനകത്ത് കല്ല് വേണ്ട, അത് പിറക്കി കളയോ. സ്വർഗം അത് ചെയ്യോ. യേശുവിന്റെ നാമം മഹത്വത്തിനായി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആത്മാവിൽ കണ്ടോണ്ട് കൈയടിക്കണേ. കരമടിക്കുകയാണെങ്കിൽ മാന്യമായി, സ്തോത്രം പറയുകയാണെങ്കിൽ മാന്യമായി, വിശ്വസിച്ചോണ്ട് ആ രംഗമൊന്ന് കണ്ടോണ്ട് അന്യഭാഷ പറയുകയാണെങ്കിൽ അവരവരെ തന്നെ വിട്ടുകൊടുത്ത് അത് സംഭവിക്കാൻ. ഒരു ദൂതോടെ തെളിഞ്ഞു വരുന്നത് പറയാം. വേലി കെട്ടിയപ്പോ എനിക്ക് തോന്നുന്നില്ല പഴയ സർവേക്കല്ലിൽ തന്നെ ചങ്ങല പിടിച്ചെന്ന്. എൻ്റെ കാരണം പറയാം. സ്തോത്രം. തിരിച്ചു കൊടുത്തതല്ല, ഇരട്ടിയായിട്ടാണ്. പണ്ട് 3000 ഒട്ടകം ഉണ്ടായിരുന്നുള്ളൂ, അത് ഇരട്ടിയായപ്പോൾ 6000 ഒട്ടകമായി. 6000 ഒട്ടകത്തെ 3000 ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലം പോരാ. 2.5 ഏക്കർ സ്ഥലത്തിലാണ് 3000 ഒട്ടകത്തെ കെട്ടിയെങ്കിൽ 6000 കെട്ടാൻ 5 ഏക്കർ വേണം. അങ്ങനെയാണെങ്കിൽ പഴയ കുറ്റിന്ന് കയറ് പിടിച്ചാൽ ഇനി ഇതിനെ കെട്ടാൻ പറ്റിയല്ല. പൊളിച്ചെങ്കിൽ ദൈവം കോമ്പൻസേഷൻ തരാതിരിക്കുകയല്ല. ഇനി പിടിക്കുന്നത് പഴയ കല്ലേലല്ല, ഇനി പിടിക്കുന്നത് പഴയ അതിരേലല്ല. നീ പൊളിഞ്ഞു കിടന്ന കുടുംബമാണ്, നീ പൊളിഞ്ഞു കിടന്ന ജീവിതമാണ്, നീ പൊളിഞ്ഞു കിടന്ന മകളാണ്. സ്വർഗം കെട്ടിയാൽ പഴയ അതിരേലല്ലെന്ന് ഇന്ന് രാത്രി സ്വർഗം ചിലരോട് ആലോചന പറയുന്നു. അതിരവൻ ഇറക്കി കെട്ടാൻ പോവുക. എത്ര പേർ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു? ജീവിതത്തെ ദൈവ സാക്ഷ്യമാക്കുന്ന കാര്യമാണ് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറിവാക്യത്തിനകത്ത് കയറാൻ പറ്റിയല്ല, പക്ഷെ നിന്റെ ജീവിതം പൊളിച്ചത് നാട്ടുകാർ കണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നടന്ന, രക്ഷിക്കപ്പെട്ട, അന്യഭാഷ പറഞ്ഞു നടന്ന നിന്റെ വേലി പൊളിച്ചത് എല്ലാവരും കണ്ടതാണ്. ഉത്തരം മുട്ടിച്ച വിഷയങ്ങളായിരുന്നു, വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വിഷയങ്ങളായിരുന്നു, നിന്ന ചുമന്ന വിഷയങ്ങളായിരുന്നു. എല്ലാ കാലവും നീ പൊളിഞ്ഞു കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവ് വേലി കെട്ടാൻ വരും. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ട് വേലി കെട്ടിയിട്ട്
അതിനകത്ത് നിന്ന് സംസാരിച്ച് അടച്ചുറപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പഴയ കുറ്റിയിൽ കയറ് കെട്ടാതെ ഇറക്കി കെട്ടി. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി. ഇന്ന് രാത്രി ദൈവം ചിലരോട് പറയുന്നു, അപ്പൻ്റെ സ്വത്ത് തരാതെ, അധ്വാനിച്ചിട്ട് അതിൻ്റെ നന്മ തരാതെ നിന്നെ ഇറക്കി വിട്ട് ശത്രുവിനെ പോലെ പെരുമാറിയെങ്കിൽ സ്വർഗം ഒരു വേലി കെട്ടാൻ പോവാ. അപ്പം തരുന്നതിൻ്റെ ഇരട്ടി തന്ന് അതിനകത്തൊരു വേലി കെട്ടി നിന്റെ സ്വത്തും നിന്റെ കുടുംബവും പൊളിച്ചു കളഞ്ഞ ചിലരോട് ദൈവം പറയുന്നു, എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കാരണം കൊണ്ട് പൊളിഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസം പൊളിഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസം മാത്രമല്ല, നന്മകൾ മുഴുവൻ പൊളിഞ്ഞു. എൻ്റെ സമ്പത്ത് പൊളിഞ്ഞു. എൻ്റെ ബിസിനസ് പൊളിഞ്ഞു. അങ്ങനെ പൊളിച്ചതിന് ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, ഞാനത് തിരിച്ചു കെട്ടു. അതിനകത്ത് ദൈവം പ്രവർത്തിക്കൂ. സ്വർഗം ഇടപെടൂ. വിമർശിച്ചവരുടെ നടുവിൽ ദൈവാത്മ പ്രവർത്തനം നടക്കും. ഹല്ലേലൂയ. കർത്താവ് ചിലരുടെ അനുഭവത്തെ ദൂത് പകരുന്ന പാനപാത്രമാക്കും. ഇന്ന് അയാൾ മരിച്ചു, യോബ്. അതൊരു സ്റ്റോറി ആയിട്ട് ആരും ഡോക്യുമെന്ററി ഒന്നും ആക്കിയില്ല. പക്ഷെ ആയിരക്കണക്കിന് ആളുകളെ ജീവിപ്പിക്കുന്ന ദൂതായി മാറി. നിന്റെ അനുഭവം ഇതിനകത്ത് ആത്മാക്കളെ കൊണ്ടുവരും. ദൈവം നഷ്ടം വരുത്തത്തില്ല. ഒരുത്തനെ പൊളിച്ചോണ്ട് ജീവിക്കുന്നവനല്ല ദൈവം. പക്ഷെ ദൈവം അതിൻ്റെ കടം വീട്ടും. നിന്നെ വെച്ച് ദൈവം സഭയെ പണിയും. നിന്റെ അനുഭവം വെച്ച് ആത്മാക്കളെ കൊണ്ടുവരും. നിന്റെ ജീവിതം വെച്ച് കർത്താവ്, നീ സഹിച്ച പട്ടിണി, നീ സഹിച്ച നൊമ്പരം, നിന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ ഞാനങ്ങ് പച്ചയ്ക്ക് പറയുക, അടിവസ്ത്രം പോലും ഇല്ലാതെ ഭാരപ്പെട്ട കാലത്തിന് പകരം എന്റെ ദൈവം നിനക്ക് അതിരിറക്കി കെട്ടി അനുഗ്രഹം തരുവാൻ ഈ പ്രാർത്ഥനയ്ക്കപ്പുറം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആരാണോ അത് അനുഭവിച്ചത് അവരോട് ദൈവം പറയുന്നു. നിന്റെ രഹസ്യ മേഖലകളെ പോലും കണ്ടിട്ട് ദൈവം പറയുന്നു, അതുപോലും ദൈവമായ കർത്താവ് ചെയ്തിരിക്കും. ദൈവം വിശ്വസ്തനാണ്. ഇപ്പൊ ചിലർക്ക് അറിവില്ല, ചിലർക്ക് കഴിവില്ല. പക്ഷെ അവരുടെ അനുഭവത്തിനകത്ത് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം ഇവിടെ പറയാനേ നേരമുള്ളൂ. മറ്റേ പത്രോസിന്റെ ലേഖനത്തിനകത്തെ സ്തോത്രം പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, വൃദ്ധന്മാരായി വിളിക്കപ്പെട്ടവരായി ദൈവം കൂട്ടിച്ചേർത്തവരെ ദൈവം ഉയർത്തും. അത് പറയാനാണ് വാസ്തവത്തിൽ സ്തോത്രം പറഞ്ഞു വന്നത്. പക്ഷേ അതിനകത്ത് ദൈവം തൊടിയിച്ചില്ല. സ്തോത്രം അതിൽ തൊടാതെ ദൈവമായ കർത്താവ് വേറെ ചില മേഖലയിലൂടെ പോവുകയാണ്. എഴുതി വെക്കാത്തത്, മനസ്സിൽ സംഗ്രഹിക്കാത്തത് ആത്മാവിൻ്റെ അറിവിൽ നിന്ന് തരികയാണ്. ഒരു മനുഷ്യനെ കൂടെ കാണിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. വേദപുസ്തകത്തിൽ ഹോശയ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും ഹോശയ, നല്ല പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ ഗംഭീരമാണ്. സ്തോത്രം. വളരെ ശക്തമായി ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സ്തോത്രം പ്രവാചകനാണ്. അദ്ദേഹം നന്നായി ശോഭിച്ച് നിൽക്കുന്ന കാലത്ത് അവിവാഹിതനായിരുന്നു. സ്തോത്രം. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇനി വിവാഹം കഴിച്ചിട്ട് വേണം ശുശ്രൂഷ നടത്താൻ. സ്തോത്രം. കല്യാണം കഴിക്കാതെ ബാച്ചിലറായി കുറേ നാൾ നടന്നു. നിന്നിൽ കുറ്റമൊന്നും കണ്ടിട്ടല്ല, പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, ഇനി നീ ഒരു കല്യാണം കഴിക്കണം. ദൈവം പറഞ്ഞുകൊണ്ട് ഹോശയ സമ്മതിച്ചു കല്യാണം കഴിക്കാം. ദൈവം പറഞ്ഞു, നീ ഫോർമാരിയിലും മറ്റിടത്തൊന്നും കൊടുക്കണ്ട, ഞാൻ തന്നെ പെണ്ണിനെ കൊണ്ടുവരാം. ഇപ്പം എന്ത് സന്തോഷമായി. ദൈവം കൊണ്ടുവരുന്നൊരു പ്രപ്പോസലും കാത്തിരിക്കുകയല്ലേ നമ്മളീ പലരും. അപ്പം ദൈവം പറഞ്ഞു, പെണ്ണിനെ ഞാൻ കൊണ്ടുവരാം. സമ്മതിച്ചു. ദൈവം കൊണ്ടുവരുന്നെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സംഭവം സ്തോത്രം കാര്യങ്ങൾ ക്രമീകരിച്ചു. പെണ്ണിനെ, മണവാട്ടിയെ, ഭാര്യയെ ദൈവമായ കർത്താവ് ഒരുക്കുക. അങ്ങനെ വന്നപ്പോൾ സ്തോത്രം തത്വത്തിൽ എനിക്ക് തോന്നുന്നു, സ്തോത്രം ഹോശയ പ്രവാചകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് 1-2 വയസ്സ് കൂടുതൽ കാണും. എന്നാലും ആൾ സഹിച്ചു. ദൈവമല്ലേ കൊണ്ടുവരുന്ന, വയസ്സല്ലേ കൂടുതലുള്ളൂ എന്ന് വിചാരിച്ചു. അടുത്തറിഞ്ഞപ്പോൾ സ്തോത്രം അവളെക്കുറിച്ച് നന്നായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ദൈവം കൊണ്ടുവന്നിരിക്കുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് 2 പിള്ളേരുണ്ട്. സ്തോത്രം. ഹോശയ അസ്വസ്ഥനായി. കാരണം എന്താ?
പക്വതയോടും പവിത്രതയോടും കൂടെ വിശ്വാസ ജീവിതത്തിൽ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്ന എനിക്ക് ദൈവം ആലോചിച്ചിരിക്കുന്ന കല്യാണം 2 മക്കളുള്ളൊരു പെണ്ണിനെ. എന്നിട്ടും സഹിക്കാമെന്ന് വിചാരിച്ചപ്പോൾ, ഒന്നോടെ അന്വേഷിച്ചപ്പോൾ ഒന്നോടെ അറിഞ്ഞു 2 മക്കളുണ്ടെങ്കിലും ഈ മക്കളുടെ അപ്പൻ ആരാന്ന് അവൾക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളപ്പിടി കിട്ടി കാണുമല്ലോ. സ്തോത്രം. അങ്ങനെ ഒരു പെണ്ണിനെ സ്തോത്രം ദൈവം ഹോശയ്ക്ക് വിവാഹം ആലോചിച്ചു. ലാസ്റ്റ് കെട്ടിച്ചു ദൈവം. കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിൽ യഹൂദന്മാരുടെ ഇടയിലാണല്ലോ ശുശ്രൂഷിക്കുന്നത്. ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെല്ലാം കൂടി പറഞ്ഞു, ഇനി ഇയാൾ ഞങ്ങളുടെ സഭയെ ശുശ്രൂഷിക്കണ്ട. അതിൻ്റെ കാരണം സ്തോത്രം, ഇതൊക്കെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നറിയാം. കാരണം ഇങ്ങനെ ഒരു സ്ത്രീയെ, അവിശ്വസ്തതയായ ഒരു സ്ത്രീയെ, തെളിച്ച് പറഞ്ഞാൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ, 2 മക്കളുള്ള സ്ത്രീയെ സ്തോത്രം കല്യാണം കഴിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ട് ദൂത് പറയാൻ വന്നാൽ ദൂത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സഭാ കമ്മിറ്റി പറഞ്ഞപ്പോൾ ദൈവം വന്നിട്ട് പറഞ്ഞു, മിണ്ടിപ്പോകരുത്, അംഗീകരിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ എന്നോട് ചെയ്തത് ഇത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുണ്ടായിരുന്നിട്ടും നിങ്ങൾ ഞാൻ തന്ന നന്മ കൊണ്ട്, ഞാൻ തന്ന സമ്പത്ത് കൊണ്ട് ജാരന്മാരെ സേവിക്കുകയും സ്തോത്രം എന്നെ ഹൃദയത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്തു. ഞാനിതെൻ്റെ പ്രവാചകന്മാരെ പറഞ്ഞയച്ച് പറയിപ്പിച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കാതെ വന്നപ്പോഴാണ് ഒരു പാപം ചെറുപ്പക്കാരൻ്റെ ജീവിതം എനിക്ക് ദൂതാക്കേണ്ട വന്നു. സ്തോത്രം. മനസ്സിലായോ? നല്ല വിവാഹം കഴിക്കാമായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതം ഇങ്ങനെയാക്കി കളഞ്ഞത് നിങ്ങളിൽ ചിലരെ രക്ഷിക്കാനാണ്, മടക്കി വരുത്താനാണ്. സ്തോത്രം. അതുകൊണ്ട് അവരോട് മിണ്ടരെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഹോശിയ പ്രവചനം അവസാനിക്കുന്നത് മലാക്കി പ്രവചനം അവസാനിക്കുന്ന പോലെ അല്ല. ബൈബിൾ പരിചയമുള്ളവർക്കറിയാം എന്താ മലാക്കി പ്രവചനത്തിൻ്റെ പ്രത്യേകത. മലാക്കി പ്രവചനത്തിനും ദൈവം അവരോട്ട് ഉടക്കാണ്. ആദ്യത്തെ അധ്യായത്തിനകത്ത് ആർഗ്യുമെൻ്റാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളത് അറിയുന്നില്ലേ? അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, ദൈവം നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ തർക്കം പറഞ്ഞ് മൂത്തു. ഇടയ്ക്ക് നിൽക്കാൻ ആരുമില്ലായിരുന്നു. അവസാനം ദൈവം പറഞ്ഞു, ഞാൻ തർക്കം നിർത്തുകയാണ്, ഞാൻ സംസാരം നിർത്തുകയാണ്. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്താ കാര്യമെന്ന് എന്ന് പറഞ്ഞ് ദൈവം മടങ്ങിപ്പോയി. 400 കൊല്ലത്തേക്ക് ആകാശം അടച്ചു. സ്വർഗവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയായി. അങ്ങനെ പഴയ നിയമത്തിന് വിരാമം കുറിച്ചു, പുതിയ നിയമം ആരംഭിച്ചു. അങ്ങനെയാണ് മലാഖി അവസാനിക്കുന്നത്. എന്നാൽ ഹോശയ അവസാനിക്കുന്നത് ദൈവമായിട്ട് ഉടക്കി പിരിയല്ല. ഹോശയ പ്രവചനം അവസാനിക്കുന്ന വാക്ക് വായിച്ച് നമുക്ക് ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഹോശയ പ്രവചനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ഹോശയ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് വാക്യം ഇത് ഗ്രഹിപ്പാൻ തക്ക, ഇത് അറിവാൻ തക്ക യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, നീതിമാന്മാർ അവയിൽ നടക്കുക, അതിക്രമക്കാർ അവയിൽ ഇടറി വീഴും. അപ്പം ഈ പ്രവചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഗ്രഹിക്കാൻ പറ്റിയ ജ്ഞാനി ആര്? അത് അറിവാൻ തക്കയാ വിവേകിയാറ്? ഏതാണ്? തൊട്ടുപുറകിലേക്ക് ദൈവമായിട്ട് അകന്നിരുന്ന ജനം, പാപത്തിൽ മലീമസപ്പെട്ട ജനം, അവരെ നന്നാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവം എടുത്തു. പക്ഷെ ആ ജീവിതം കൊണ്ട് അവൻ ശുശ്രൂഷിച്ച് വിജയിച്ചു. ഈ ജനം മാനസാന്തരപ്പെട്ടു, ദൈവം അവരെ സ്നേഹിച്ചു. എവിടെ എഴുതിയിരിക്കുന്നത്? 4-ാമത്തെ വാക്യം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കുകയാൽ, വിട്ടുമാറുമെന്നല്ല, വിട്ട് മാറിയിരിക്കുക. നോക്കിയേ, പ്രവചനം ഫലിക്കാത്തിടത്ത്, പ്രസംഗം ഫലിക്കാത്തിടത്ത്, വലിയ വലിയ തിയോളജി പുസ്തകം ഫലിക്കാത്തിടത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം ഫലിച്ചു. അവന്റെ ജീവിതം കൊണ്ട് ദൈവം മരുന്ന് കൊടുത്തു. അതിനകത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യനല്ല, ഒരു കൂട്ടം ആളുകൾ രക്ഷപ്പെട്ടു. അവിടെ വായിക്കുന്നു, സ്തോത്രം, ഞാൻ അവരെ എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ
ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന്റെ മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബാനോനിലെ വനം പോലെ വേരൂന്ന്. അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി ഒലിവൃക്ഷത്തിന്റെ ഭംഗി പോലെ, അവന്റെ വാസന ലെബാനോന്റെ സ്വത്രം പോലെ ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കും. മുന്തിരിവള്ളി പോലെ തളർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞ് പോലെ ഇരിക്കും. എഫ്രയീമേ, ഇനി എനിക്ക് വീരങ്ങൾ തമ്മിൽ എന്ത്? ഞാൻ അവന് ഉത്തരമരളി അവനെ കടാക്ഷിക്കും. ഞാൻ തടച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെ ആകുന്നു എങ്കിൽ നിനക്ക് ഫലം കഴിയും. ഇത് ഗ്രഹിക്കുന്ന തക്ക ജ്ഞാനി ആര്? മനസ്സിലായോ? നിന്റെ ജീവിതം എടുത്തത് നിന്നോട് അസൂയുള്ളത് കൊണ്ടല്ല, ചിലരെ പണിതെടുക്കാനാണ്, ചിലരെ രൂപാന്തരപ്പെടുത്താനാണ്, ചിലരെ ഫലം കായ്പിക്കാനാണ്. എനിക്ക് നിന്റെ വീട്ടിൽ മഞ്ഞ് പോലെ ഇറങ്ങി വരണം. നിന്റെ കുടുംബത്തിൽ പൂത്തുലഞ്ഞു നിൽക്കണം. നിന്റെ വീട്ടിൽ ഫലം കായ്ക്കണം. സരളവൃക്ഷം പോലെ വേരൂന്നണം. അതിന്റെ വാസന കൊണ്ട് നാട് നിറയണം. അതിന് അറ്റ കൈക്ക് ദൈവം ചിലരെ കഷ്ടപ്പെടുത്തി. ആ കഷ്ടതയിലൂടെ ദൈവത്തെ കണ്ടെത്തി. ആ കഷ്ടതയിലൂടെ ചിലർ ദൈവത്തിന്റെ സ്വന്തമായി മാറി. ആ കഷ്ടതയിലൂടെ ദൈവം നിന്റെ വീട്ടിൽ വന്നു. ആ കഷ്ടതയിലൂടെ സ്വർഗം നിന്നെ തഴച്ചു വളരെ എത്ര 9 കൂട്ടം കാര്യങ്ങൾ അവിടെ നടന്നു. അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, ഇത് ഗ്രഹിക്കാൻ പറ്റിയ ജ്ഞാനി ആര്? അതിനർത്ഥം നിന്നെ പൊളിച്ചത് പിശാചല്ല, നിന്നെ പൊളിച്ചത് ദുഷ്ടനല്ല. നിന്നെ വെച്ച് ചിലരെ നേടാനുണ്ട്, നിന്നെ അടയാളമാക്കാനുണ്ട്, നിന്നെ വെച്ച് ചിലരെ പണിതെടുക്കാനുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതം കീറിയെങ്കിൽ ഇന്ന് മുതൽ നിന്നെ വെച്ച് കൂട്ടം കൂട്ടമായി ചിലരെ പൂത്തുലയുന്നത് പോലെ ആക്കാൻ പോകുകയാ. ഇത് ഗ്രഹിക്കുന്ന ജ്ഞാനി ആര്? എത്ര പേര് ഇന്ന് രാത്രികാലം മനസ്സിലാക്കും, ഹല്ലേലൂയ, എൻ്റെ ദൈവം അറിയാതെ ഒരു തലമുടി പോലും താഴെ വീഴത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇടക്കാലത്ത് എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഞെരുക്കം ചിലരെ നേടാനുള്ള ദൂതാണ്. ഞാൻ സഹിച്ച വേദന, ഞാൻ സഹിച്ച രോഗം, ഞാൻ സഹിച്ച നിന്ന, ഞാൻ സഹിച്ച ഏറ്റവും അപമാനം, എൻ്റെ ജീവിതത്തിൽ ഒന്നാന്തരം സ്വത്രം ജീവിതം കിട്ടുമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം ആ ജീവിതം അങ്ങെടുത്തു. മരിച്ചെന്നല്ല അതിനർത്ഥം, അത് വെച്ച് ദൈവം ചിലരോട് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നിന്നെ അനുഭവിച്ചെങ്കിലും എൻ്റെ പിള്ളേർ രക്ഷിക്കപ്പെട്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്നല്ലോ. ഞാൻ തല്ലുകൊണ്ടു, ഞാൻ നിന്ദിക്കപ്പെട്ടു, ഞാൻ ചീത്ത കേട്ടു. എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു മോശം ജീവിതം നയിക്കാൻ അവിടെ പോകുന്നത്. ഇതൊക്കെ കേട്ടു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം തെളിയിച്ചു, നീ നിമിത്തം ചിലർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ! നീ നിമിത്തം ചിലർ പണിയപ്പെട്ടു, നീ നിമിത്തം ചിലർ വളർത്തപ്പെട്ടു, അവര് പൂത്തു, ഫലം കായ്ച്ചു. എന്റെ ജീവിതം പോയിന്ന് വരാൻ നിൽക്ക്. നിന്നെ ദൈവം സന്തോഷിപ്പിക്കും, നിന്നെ ദൈവം മാനിക്കും. നിന്റെ വേലി പൊളിച്ചെങ്കിൽ സ്വർഗം അത് കെട്ടിത്തരും. അതിനിടയിൽ ചിലരെ ദൈവമായ കർത്താവ് മടക്കി വരുത്തും, ചിലരെ പാഠം പഠിപ്പിക്കും, ചിലരെ രൂപാന്തരപ്പെടുത്തും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് ഗ്രഹിക്കാൻ പറ്റിയ ജ്ഞാനി ആര്? ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദൈവമേ, നീ മുമ്പും പിൻപും അടച്ച് സ്തോത്രം നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുക. മുമ്പും പിൻപും അടച്ചേ, എൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുക. അടുത്ത വാചകം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. കാരണം എന്താ? സ്തോത്രം, എൻ്റെ മുൻപും പിൻപും അടച്ചത് എൻ്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്നോടെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് സാത്താന പിശാചാന്ന. പക്ഷെ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവമാണ് അടച്ചത്. അവൻ അടച്ചെങ്കിൽ അവൻ തുറക്കും, അവൻ പൊളിച്ചെങ്കിൽ അവൻ കെട്ടും. അവൻ നിന്റെ ജീവിതത്തെ തൊട്ടെങ്കിൽ അവൻ നിന്റെ ജീവിതത്തെ പണിയും. അതിനിടയിൽ ചിലരെ വിടുവിക്കും. ഇന്ന് രാത്രികാലം നീ സ്വത്രം ഒന്ന് പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സഭയ്ക്കകത്ത് കയറില്ലായിരുന്നു. നീ ഒന്ന് തകർന്നില്ലായിരുന്നെങ്കിൽ നീ വേറെ പുസ്തകം കൈകൊണ്ട് എടുക്കില്ലായിരുന്നു, നീ എനിക്ക് വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജനമധ്യത്തിൽ ഒരു നിന്നാപാത്രമാക്കിയാലും അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ ഒരു പണി ദൈവത്തിനുണ്ട്. ഇത് ഗ്രഹിക്കുന്ന ജ്ഞാനി ആര്? ഇത് ഗ്രഹിക്കുന്ന വിവേകി ആര്? എത്ര പേര് ഈ രാത്രിക്കാലം ദൈവസന്നിധിയിൽ പറയും, ഇപ്പം ഞാൻ പൊളിഞ്ഞു കിടക്കുക, യോഗത്തിൻ്റെ 18ാമത്തെ രാത്രിയിലും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല, പക്ഷെ എനിക്ക് ഈ രാത്രിയും പകലും കൊണ്ട് ഒരു ഉറപ്പ് കിട്ടി, കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്
എൻ്റെ ജീവിതം കടലാസ് കീറിയതുപോലെ കീറിയത്. ഇതിൻ്റെ ഒരു സ്വർണ്ണ ശോഭ ഞാൻ കാണുന്നുണ്ട്. അതെന്നെ നോക്കിയാ വരുന്നത്. 21 തീരുന്നതിനേക്കാൾ മുമ്പ് അതെൻ്റെ മേൽ ലാൻഡ് ചെയ്യും. എൻ്റെ ഇരുട്ട് മാറും. സഭ തേജോ ഗോളമാകും. ചോദിച്ചും പറഞ്ഞ ആളുകൾ വരും. ഇതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ എനിക്കൊരു വിടുതലുണ്ടാകത്തുള്ളൂ ദൈവം പറയും. ഇയ്യോബിന്റെ സ്നേഹിതന്മാര് ഗൂഗിൾ തപ്പി കണ്ടുപിടിച്ചതല്ല ഇയ്യോബ് യാഗമർപ്പിച്ചാൽ വിടുതൽ കിട്ടുമെന്ന്. ദൈവം പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബ് പ്രാർത്ഥിക്കും, നിങ്ങൾ രക്ഷപ്പെടും. ദൂരത്തിരിക്കുന്നവരോട് സ്വർഗം പറയും, നീ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന്. അവർ തേടി വരും. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും. അവരുടെ കൂടെ ഇരുന്ന് ആരാധിക്കും. അവർ രക്ഷപ്പെടും. അവരിൽ വ്യാപരിച്ചു നിന്ന് ശത്രുത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റും. അവർ നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറും. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിൽക്കും. ഇപ്പോൾ ആരും ദയവായിട്ട് പുറത്തേക്ക് പോകരുത്. ഇപ്പം എഴുന്നേറ്റത് പോകാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം എഴുന്നേറ്റത് നമ്മൾ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കടലാസൊക്കെ എഴുതിക്കൊണ്ട് വന്നതാണ്. ഇതിൻ്റെ അകത്തും പുറത്തും എല്ലാം പ്രസംഗം. പക്ഷെ ഇതിനകത്ത് തൊടാൻ പറ്റിയില്ല. സ്തോത്രം സ്തോത്രം. ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവൻ ദൈവം പറഞ്ഞതാണ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് പാസ്റ്റോട് പറഞ്ഞ് ഇപ്പോഴും ഞാൻ പ്രസംഗത്തിൽ പേടിയുള്ളവനാണ്. അതുകൊണ്ട് എഴുതിക്കൊണ്ട് നടക്കുന്നത്. കാണാതെ വേണമെങ്കിൽ സ്തോത്രം നിപ്പിൽ നിന്ന് ഒരു 25 പ്രസംഗം ഞാൻ പ്രസംഗിക്കാം. പക്ഷേ എനിക്കിപ്പോഴും പേടിയാണ്. എൻ്റെ കാരണം ദൈവമക്കൾക്കൊന്നും കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് കുത്തിക്കുറിച്ച് വെച്ചതല്ല ഈ കടലാസിനകത്ത് മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ദൈവസാക്ഷി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവം ഇന്ന് രാത്രി എന്തൊക്കെ പറഞ്ഞു. സ്വർഗം നിന്നോട് ചോദിക്കുന്നു, പൊളിഞ്ഞത് സത്യമാണ്. പക്ഷെ ഇതിനിടയിൽ കണ്ണടച്ചു ഞാൻ പ്രാർത്ഥിച്ച് നിർത്താം. എന്നിട്ട് ദൈവാത്മാവിൽ ശക്തമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലപ്പെടണം. നീ ഇനി അതും പറഞ്ഞുകൊണ്ട് നടക്കരുത്. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഞാൻ അറിയാതെ നിന്റെ ഗേറ്റേൽ ഒരുത്തം തൊടിയേല. ഇപ്പൊ സംഭവിച്ചതിന് നീ തിരിച്ചറിയണം. നിന്റെ ഈ തകർച്ച കുറെ പേരുടെ രക്ഷയ്ക്ക് കാരണമാകും. നീ നേരിടുന്ന ഈ വിഷയം ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമാകും. അതുകൊണ്ട് കർത്താവ് നിന്റെ വേലി കെട്ടിത്തരും. ദൈവം നിന്റെ ജീവിതം മടക്കിത്തരും. നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, നിനക്ക് എല്ലാവരുടെയും കൂടെ നിൽക്കാനുള്ള സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. പക്ഷെ പത്രോസേ, ഞാൻ നിന്നെ കൊണ്ട് പുസ്തകം എഴുതിക്കും. അതിനകത്ത് എൻ്റെ ജ്ഞാനം നിറയ്ക്കും. നിന്റെ അനുഭവം ഒരു രചനയായി മാറും. അത് വായിച്ച് അനേകർ രക്ഷപ്പെടും. അത് വായിച്ച് അനേകർ ആത്മീകരാകും. അത് വിഷയം ബൈബിൾ ക്ലാസ് എടുക്കും. അങ്ങനെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പത്രോസിനെ കൊണ്ട് കർത്താവ് എഴുതിപ്പിച്ചു. ഏറ്റവും നിന്ദിക്കപ്പെട്ടവർ, ഏറ്റവും തകർത്തപ്പെട്ടവർ, ഏറ്റവും അപമാനിക്കപ്പെട്ടവർ, കയ്യിലൊന്നുമില്ലാതെ പോയവർ, പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ പറ്റാതെ പോയവർ, എല്ലാവരുടെയും കൂടെ നിൽക്കാൻ യോഗ്യതയില്ലാതെ പോയവർ, സഹോദര വൃന്ദത്തിൽ ഒറ്റപ്പെട്ടവർ, അവരെല്ലാവരും ഇന്ന് രാത്രികാലം ദൈവത്തിങ്കിലേക്ക് നോക്ക്. കർത്താവിനോട് പറ, ഞാനിത് ഗ്രഹിക്കുന്നു ദൈവമേ. ദൈവം അറിയാതല്ല എനിക്ക് നഷ്ടം വന്നത്. ഞാൻ പൊളിഞ്ഞത്, ഞാൻ തകർന്നത്. എൻ്റെ കല്യാണ വിഷയത്തിൽ പോലും കൺകെട്ടിക്കളഞ്ഞതുപോലെ ആയിപ്പോയി. ദൈവം അറിഞ്ഞോണ്ട കർത്താവ് അതിനെ സ്വർഗമാക്കാൻ പോവാ. ദൈവാത്മാവ് അതിനകത്ത് നവീകരണം നടത്താൻ പോവാ. ഇന്ന് രാത്രി സ്വർഗം അത് ചെയ്യും. നീ കല്യാണമൊന്നും വേറെ മാറി ആലോചിക്കണ്ട. ദൈവം ഒരിക്കൽ വഴിയാതെ, പക്ഷെ അതിനെ സ്വർഗമാക്കി നിന്റെ കയ്യിൽ തന്നാ പോരെ. അത് ദൈവം ചെയ്യും. ഞാൻ നിനക്ക് മഞ്ഞു പോലെയാകും. നീ പൂത്തുലയാൻ പോകുകയാ. നിന്റെ നാറ്റം കാരണം നാട്ടുകാർ മൂക്ക് പൊത്തുമെന്നല്ല, നിന്റെ വാസന കാരണം ആളുകൾ അടുത്തു വരുമെന്നാ ദൈവാത്മാവ് എഴുതിയത്. അതിന്ന് രാത്രി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതരങ്ങൾ അടച്ചു വെക്കാതെ ഈ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ലാഭമാകുന്ന പ്രാർത്ഥനയാണ് ഇനി വരാൻ പോകുന്നത്. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരമടിച്ച് 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 ആത്മശക്തിയോടെ, ദൈവകൃപയോടെ, പരിശുദ്ധാത്മ നിറവോടെ കരങ്ങൾ അടിച്ച് അന്യഭാഷ പറഞ്ഞ് ജീവിതം മാറുന്നത് തിരിച്ചറിഞ്ഞ് സ്വത്രം പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ച് സ്വത്രം പറഞ്ഞു. അന്യഭാഷ പറഞ്ഞ് കരമടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരമടിക്കും.
കരമടിക്കണം, ബലപ്പെട്ട് കരമടിക്കണം. ആത്മാവിൽ നിറയുന്നെങ്കിൽ ഈ ദൂത് ഏറ്റെടുത്ത് നിന്നെ ഉയർത്താനുണ്ട് ദൈവത്തിന്. രക്തം ജയം രഗന ദുരഗ രഗജ രഗദരദന. കർത്താവേ, കരമടിക്കുന്നവർക്കായി, അന്യഭാഷ പറയുന്നവർക്കായി, പ്രാർത്ഥിക്കുന്നവർക്കായി, ഉപവസിക്കുന്നവർക്കായി അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേലി കെട്ടുമെന്ന് ദൈവം പറഞ്ഞത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ, ഇന്ന് രാത്രി സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ടിടത്തല്ല കുറ്റിയടിക്കാൻ പോകുന്നത്, അതിലും വിശാലമായി, അതിലും ഇരട്ടിയായി ജനത്തിന് മടക്കി കിട്ടട്ടെ. ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ജീവിതം സാക്ഷ്യമാക്കാൻ ദൈവം കടമെടുത്തവരെ ഇന്ന് രാത്രി പ്രത്യേകം അനുഗ്രഹിക്കണേ. അവരാണ് ഈ കരയുന്നത്, അവരാണ് ഈ കൈയടിക്കുന്നത്, അവരാണ് അന്യഭാഷ പറയുന്നത്. ഇവരെ ഉയർത്തണമേ. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ ഈ ആരാധിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ആ തേജസ് ഇറങ്ങി വരട്ടെ, ആ കൃപ ഇറങ്ങി വരട്ടെ, ആ ശക്തി ഇറങ്ങി വരട്ടെ. ഇവരുടെ കൂടാരങ്ങളിൽ പതിയട്ടെ, അത് ഇവരുടെ വീടുകളിൽ ഇറങ്ങട്ടെ, അത് ലാൻഡ് ചെയ്യട്ടെ, വിടുതലാകട്ടെ, ശുശ്രൂഷ തെളിയട്ടെ. വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ്. സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ഉപവാസം കഴിയുമ്പോൾ എന്റെ ദൈവം വേലി ഇറക്കി കെട്ടട്ടെ. ഈ സഭയിലെ വിശ്വാസികളുടെ സാക്ഷ്യം അനേകരെ രക്ഷയിലേക്ക് നയിക്കട്ടെ. ഞങ്ങളുടെ ദാസന്റെ ജീവിതം മുതൽ കർത്താവേ, ഇവിടെ വന്നവരുടെ ജീവിതം മുഴുവൻ രക്ഷയ്ക്ക് കാരണമാകട്ടെ. സഹിച്ചതെല്ലാം ദൂതാകട്ടെ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ച് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.